الحمد لله رب العالمين. الحمد لله الذي أسعد وأشقى وأضحك وأبكى وأمات وأحيا وأوجد وأفنى وأغنى وأقنى، ثم خصص بعض عباده باليسر والغنى. أحمده على ما قضى وأبرم، وأشكره على ما أعطى وأنعم، وأشهد أن لا إله إلا الله رب الجود والكرم، وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله، نبي الرحمة وسيد الأمة، قادة الحق وسادة الخلق، وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة، أصحاب الجنة هم الفائزون. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. ശക്തി കുറച്ച് ഭയങ്കര കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കും. മൈക്കിക്ക് ഒരു പ്രശ്നം അങ്ങോട്ട് നീക്കും. സമാദരണീയരായ നമ്മുടെ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹത്തുക്കളായ ഉസ്താദന്മാരെ, ധാരാളം ഉസ്താദന്മാരിൽപ്പുണ്ട്. മഹാന്മാരാണ്, സ്വാലിഹീങ്ങളാണ്. നമ്മുടെ ജമാഅത്തിന്റെ അമരക്കാരായ ഇതിന്റെ അഭ്യുദയകാംക്ഷികളെ, ജമാഅത്തിന്റെ ഭാരവാഹികളെ, ഉറൂസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങളെ, എന്നെ ശ്രവിക്കുന്ന നല്ലവരായ ദീനി സ്നേഹികളെ, സ്നേഹമുള്ള ഉമ്മ പെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹു സ്വർഗീയ മജ്ലിസാക്കി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഇൽമിന്റെ മജ്ലിസിലാണ് നാം എല്ലാവരും. ബഹുമാനപ്പെട്ട ബദരീങ്ങളെ കുറിച്ച് അനുസ്മരിക്കപ്പെട്ട മജ്ലിസാണ് മജ്ലിസുൻ നൂർ. അതിൽ ഭാഗവാക്കുകളായി, അതിലെ ദുആയിലെ ആത്മീയതയുടെയും ആർദ്രതയുടെയും ആവേശം കഴിഞ്ഞ് വീണ്ടും അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തിയ ഇൽമിന്റെ മജ്ലിസിലാണ്. അത് സ്വർഗീയ ആരാമമാണ്. അതിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മഹത്തുക്കളെ കുറിച്ച് സ്മരിക്കുകയും പുകഴ്ത്തുകയും അവർ തന്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന മാർഗങ്ങളെ സ്മരിക്കുകയും ചെയ്യുന്ന
സമയവും സന്ദർഭവുമാണല്ലോ ഈ ഉറൂസ് എന്ന് നമ്മളിവിടെ പറയുന്നത്. അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അള്ളാഹു അവരെ ആദരിച്ചു. അള്ളാഹു ആദരിച്ചുവെങ്കിൽ നമ്മുടെ മേലും ബാധ്യതയാണ് അവരെ ആദരിക്കാന്നുള്ളത്. ആരെങ്കിലും ഔലിയാക്കളോട് വിരോധം വെച്ച് പുലർത്തിയാൽ അള്ളാഹു അവരോട് യുദ്ധപ്രഖ്യാപനം നടത്തുമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ മഹത്തുക്കളെ കുറിച്ച് സ്മരിക്കപ്പെടുന്ന മജ്ലിസിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വർഗത്തിൽ ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, സ്വർഗത്തിൽ പോകണമെന്ന് താല്പര്യമുള്ളവർ ആ ഇൽമിന്റെ മജ്ലിസിൽ വരും. സ്വർഗത്തിൽ പോകണ്ട എന്ന് താല്പര്യമുള്ളവർ അത് മജ്ലിസിന്റെ വെളിയിലെ ചന്തയിൽ പോയി നിൽക്കും. അതാണ് അതിന്റെ അർത്ഥം. മജ്ലിസിന്റെ ഇൽമ് സ്വർഗത്തിന്റെ ഇൽമുൽ മജ്ലിസ്, ഇത് സ്വർഗത്തിന്റെ മജ്ലിസാണ്. രണ്ട് സ്വർഗമാണ് നബി തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയത് ദുനിയാവില്. ഒന്ന് അല്ലാഹുവിന്റെ റസൂല്, അവിടുത്തെ മഖാമ മഹ്മൂദ്, മാ ബൈന ഖബരി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും മിംബറിന്റെയും ഇടയിലുള്ള റൗള, അത് സ്വർഗമാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ പണ്ടൊക്കെ എപ്പോഴും പോയി നമസ്കരിക്കാമായിരുന്നു. ഇപ്പൊ വർഷത്തിൽ ഒരിക്കലേ പറ്റുള്ളൂ. ആ ഒരു സാഹചര്യം എത്തി. ഇനിയിപ്പോ അതും എടുത്തു കളയുന്ന അവസ്ഥയിലെത്തും. പിന്നെ രണ്ടാമത്തെ മജ്ലിസ് നബി തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഇൽമിന്റെ മജ്ലിസാണ്. പക്ഷേ ഈ മജ്ലിസ് കാണുമ്പോ പ്രസംഗിക്കാൻ തന്നെ മൂഡ് വരില്ല. എന്താന്ന് പറഞ്ഞാല് വിശപ്പുള്ളവർക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത്, ദാഹിക്കുന്നവർക്കാണ് വെള്ളം വേണ്ടത്. കുലുക്കി കുലുക്കി സർബത്ത് ഉണ്ടാക്കിയിട്ട് അവൻ കുലുക്കി കൈകൊണ്ട് കഷ്ടപ്പെട്ട് കുലുക്കിയിട്ട് ആ സർബത്ത് കൊടുക്കുമ്പോൾ കുടിക്കാനൊരു ആവേശം ഉണ്ടാകണം. ആവേശമില്ല എങ്കിൽ ഇവൻ കുലുക്കുന്നത് കൊണ്ടും ഗുണമില്ല, ആ സർബത്ത് കൊണ്ടും ഗുണം ഉണ്ടാവില്ല. നബി തങ്ങൾ പറഞ്ഞു, കുൻ ആലിമനോ മുതഅല്ലിമനോ മുസ്തമിഅൻ, ഒന്നീ നീ ആലിമാക്, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമാക്, ഇൽമ പഠിക്കുന്നവനാക്, അല്ലെങ്കിൽ ഇൽമ പഠിച്ചവനാക്, അല്ലെങ്കിൽ ഔ മുസ്തമിഅൻ. നബി തങ്ങൾ പറഞ്ഞു, സാമിഅൻ എന്നല്ല പറഞ്ഞത്, കുൻ സാമിഅ, നീ എന്തേലും പറയുന്നത് കേട്ടിട്ട് പോന്നല്ല പറഞ്ഞത്. സാമിഅ മുസ്തമിഅ രണ്ടും വ്യത്യാസമുണ്ട്. അർത്ഥം നമ്മൾ നോക്കുമ്പോ അത് നിങ്ങൾ കേട്ടാ മതി എന്നുള്ള അർത്ഥമാണ്. പക്ഷെ മുസ്തമിഅൻ എന്ന് പറഞ്ഞ അങ്ങനല്ല, ആവേശത്തോടെ, ആത്മാർത്ഥതയോടെ, ആഗ്രഹത്തോടെ കേൾക്കുന്നതിനാണ് മുസ്തമിഅ എന്ന് പറയാ. സാമിഅൻ എന്ന് പറഞ്ഞാൽ സാദാ സീദാൽ കേൾക്കുന്നതിനാണ്. അപ്പൊ മുഅല്ലിമ, ഒന്നി ആലിമാക്, അല്ലെങ്കിൽ മുതഅല്ലിമാക്, അല്ലെങ്കിൽ അവരുടെ കിടപിടിക്കുന്ന മുസ്തമിആകും. മുസ്തമിഅ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയപ്പെടുന്ന ഇൽമുകൾ ആവേശത്തോടെ കേൾക്കണം. ഒരു മുതഅല്ലിമ് ദറസിൽ പോയിരുന്നാൽ ഉസ്താദ് പഠിപ്പിച്ചിരുന്ന ആവേശത്തോടെ കേൾക്കാനൊരു കൊതി ഉണ്ടാകണം. അതാണ് ഇൽമു പഠിക്കാൻ ആഗ്രഹം. അല്ല ചുമ്മാ എന്തെങ്കിലും ഉസ്താദ് പറയുന്നത് പകുതി ഉറക്കം തൂങ്ങിയിട്ട് പകുതി ഇങ്ങനെ അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല, അവനൊന്നും ആലിമാവൂല. ബഹുമാനപ്പെട്ട ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു തആല വലിയ മുഹദ്ദിസാണ്, ഹദീസിന്റെ വ്യാഖ്യാതാവ്, റിപ്പോർട്ടറൊക്കെയാണ് ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു അൻഹു. യമനിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട ബസ്രയിൽ ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആലയുടെ അരികിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. ഇന്നത്തെ കാലത്ത് വന്ദേ ഭാരത് ട്രെയിനിലോ അല്ലെങ്കിൽ AC വണ്ടിയിലോ ഒന്നുമല്ല, നടന്ന് പോയി ഇൽമു കേൾക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു വന്ന വീട്ട് തടങ്കലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടുത്തെ ഭരണാധികാരികൾക്ക് എതിരായി ഫത്വ കൊടുത്തതിന്റെ പേരിൽ ഭരണകൂടം കാണിക്കുന്ന അധർമ്മത്തിനും അനീതിക്കുമെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു വീട്ടു തടങ്കലിലാണ്. ആരെങ്കിലും അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ പോയാൽ അവരെയും അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കപ്പെടും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് യമനിൽ നിന്ന് നടന്ന് കഷ്ടപ്പെട്ട് ബഹുമാനപ്പെട്ട ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു തആല അൻഹു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ബസ്രയിൽ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പടിക്കൽ പോയി നിന്നു. തട്ടി വിളിക്കുന്നു, തുറക്കപ്പെടുന്നില്ല. കുറെ സമയമായപ്പോൾ വാതിൽ തുറന്നു. ബഹുമാനപ്പെട്ട ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ദൂരെ നിന്ന് വന്നതാണ്. ദിവസങ്ങളെടുത്ത് മാസങ്ങളോളം നടന്ന് എന്റെ കാല് തന്നെ പൊട്ടിപ്പോയി, തൊലിയെല്ലാം പൊട്ടി. പടച്ച റബ്ബേ, വളരെ കഷ്ടപ്പെട്ട് ഇൽമു പഠിക്കാൻ വേണ്ടി അങ്ങയുടെ ഹളറത്തിൽ വന്നതാ.
അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇൽമു പഠിപ്പിച്ചു തരണമെന്ന് ബഖീ ഇബ്നു മഖ്ലദ് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുകയാണ്, എന്നെ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്, ഞാൻ വീട്ടുതടങ്കലിലാണ്. ഇന്നത്തെ ഭരണകൂടം എന്നെ ബാൻ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. എന്നോട് ആരെങ്കിലും സംസാരിക്കുന്നത് ഭരണകൂടം കണ്ടാൽ അവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോകണം കേട്ടോ. ഇല്ല ഇല്ല, ഞാൻ കഷ്ടപ്പെട്ട് ദൂരത്ത് നിന്ന് വന്നതാണ്, എനിക്കങ്ങ് ഇൽമു പഠിപ്പിച്ചു തന്നാലേ ഞാൻ മാറുകയുള്ളൂ എന്ന് വാശി പിടിച്ച ബഖീ ഇബ്നു മഖ്ലദിന്റെ മുന്നിൽ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞു, ഇല്ല സഹോദരാ, നിങ്ങൾ കൂടുതൽ സമയം ഇവിടെ നിന്നാൽ നിങ്ങളെയും മഹത്താക്കും എന്നെയും മഹത്താക്കും, ദയവ് ചെയ്ത് നിങ്ങൾ പോകണേ. ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു അൻഹു വിഷമിച്ച് വിഷണ്ണനായി തൊട്ടടുത്ത പള്ളിയിൽ പോയിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കലേക്ക് വീണ്ടും മടങ്ങി വന്നിട്ട് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് പറയുകയാണ്, മഹാനവറുകളെ, ഞാനൊരു കാര്യം പറയാം, അങ്ങന്ന് കേൾക്കുമോ? പറഞ്ഞാലും ഞാനൊരു യാചകന്റെ വേഷത്തിൽ, ഒരു ഫക്കീറിന്റെ വേഷത്തിൽ, ഒരു മിസ്കീന്റെ വേഷത്തിൽ, ഒരു പിച്ച യാചിക്കുന്ന പിച്ചക്കാരന്റെ വേഷത്തിൽ ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് കടന്നു വരാം. പിച്ചപാത്രവും എടുത്ത് അങ്ങയുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അങ്ങ് ഇൽമ് ഹദീസിന്റെ ഓരോ വാക്കുകളും വചനങ്ങളും എന്റെ ആ പിച്ചപാത്രത്തിലേക്ക് എറിഞ്ഞു തരണേ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങള് ബഖീ ഇബ്നു മഖ്ലദിനെ വരാൻ അനുവദിച്ചത്. ദിവസങ്ങളോളം ബഹുമാനപ്പെട്ട ബഖീ ഇബ്നു മഖ്ലദ് തങ്ങള് ഭിക്ഷ യാചിക്കുന്നത് പോലെയാണ് പോയി അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ അരികിൽ നിന്ന് ഇൽമു പഠിച്ച് ലോകത്തെ അറിയപ്പെട്ട മഹാനായ മുഹദ്ദിസായി മാറിയെങ്കിൽ അവരുടെ കൈകാലുകളെല്ലാം ഇൽമു പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്ത് ആ കൈകാലുകളെല്ലാം തകർന്നുപോയി, മുറിഞ്ഞുപോയി, വ്രണം കൊണ്ട് നിറഞ്ഞുപോയി. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ഇൽമു പഠിക്കാൻ വേണ്ടി എവിടെയും പോകാറില്ല, യാത്ര ചെയ്യാറില്ല. നമ്മൾ ഇന്ന് വന്നാൽ തന്നെ വാഹനത്തിലാണ്, AC ഉള്ള വാഹനത്തിലാണ്. ഇൽമു പഠിക്കുന്നവരും പറയുന്നവരും പഠിപ്പിക്കപ്പെടുന്നവരും കേൾക്കുന്നവരുമെല്ലാം ഇൽമു പഠിക്കാൻ വേണ്ടി വരുന്നത് അത്രത്തോളം സുഖലോലുപരായിട്ടാണ്. ഇൽമു പഠിക്കുന്നതോ വിശാലമായ പന്തലിൽ ഇരുന്നിട്ടാണ്. അവർ വിയർക്കാതിരിക്കാൻ അവർക്ക് അനുകൂലമായ കൂളറുണ്ട്, എല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ് ഇൽമിന്റെ മജ്‌ലിസുകൾ ഉണ്ടാക്കിയിട്ട് പോലും ഈ സമുദായത്തിന്റെ നാശമേ, ഇൽമു പഠിക്കാൻ അവർക്ക് താല്പര്യമില്ല. എങ്ങനെയാണ് മുഹദ്ദിഥീങ്ങൾ ഉണ്ടായത്? എങ്ങനെയാണ് മുഫസ്സിരീങ്ങൾ ഉണ്ടായത്? അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ കഷ്ടപ്പെട്ട് ഇൽമു പഠിച്ചിട്ടാണ്. ഇന്ന് നാം ഇമാമുന ഷാഫി തങ്ങളെ പുകഴ്ത്തുന്നുവെങ്കിൽ, അബൂ ഹനീഫ തങ്ങളെ പുകഴ്ത്തുന്നുവെങ്കിൽ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ പുകഴ്ത്തുന്നുവെങ്കിൽ, മാലിക് ഇമാമിനെ നമ്മൾ ഇന്ന് പുകഴ്ത്തുന്നുവെങ്കിൽ, നമ്മൾ ഇന്ന് വരെ അവരെ കണ്ടിട്ടേ ഇല്ല. ഈ ഇരിക്കുന്ന ഒരാൾ പോലും, നമ്മുടെ ഉസ്താദുമാര് പോലും ആ മഹത്തുക്കളെ കണ്ടിട്ടില്ല. എങ്കിലും സഹോദരാ, ഒരു ദിവസം ഈ 4 പണ്ഡിതന്മാർ ഈ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളുടെ പേര് പറയാത്ത ഒരു ദിവസമുണ്ടോ? അവർ കാണിച്ചു തന്ന മാർഗരേഖകളിലൂടെയല്ലേ നമ്മൾ സഞ്ചരിക്കുന്നത്? എന്താണ് അവരെ പിൻപറ്റാനുള്ള കാരണം? അല്ലാഹു അവർക്ക് നാഫിയായ ഇൽമു നൽകി, പ്രയോജനപ്രദമായ ഇൽമു നൽകി. കൂനൂ റബ്ബാനീൻ ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. റബ്ബാനിയായ പണ്ഡിതന്മാരായി അല്ലാഹു അവരെ ആദരിച്ചതിന്റെ പേരിലാണ് ഇന്ന് നമ്മൾ ഈ കുന്നേ പള്ളിയിൽ ഇരുന്നിട്ട്, ഉപ്പള ഗേറ്റിൽ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി തങ്ങളെ നമ്മൾ പുകഴ്ത്തണമെങ്കിൽ, ഹനഫിയാക്കൾ അബൂ ഹനീഫ തങ്ങളെ പുകഴ്ത്തണമെങ്കിൽ 10 ലക്ഷത്തോളം ഹദീസുകൾ മനനം ചെയ്തവരാണ്, പഠിച്ചവരാണ്. രാപ്പകലില്ലാതെ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇൽമു രചിച്ചവരാണ്, ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയവരാണ്. ഇന്ന് നാഴികയ്ക്ക് 40 വട്ടം നമ്മുടെ മുന്നിൽ ഇൽമു പഠിപ്പിച്ചു തരാൻ പണ്ഡിതന്മാരുണ്ടായിട്ട്, അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട്, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട്, എന്റെ പൊന്ന് സഹോദര, ഇൽമു പഠിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഇൽമിനോട് നമുക്ക് മഹത്വമുണ്ടോ? ആ ഇൽമിനെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ നമ്മൾ ബഹുമാനിക്കാറുണ്ടോ? അവരെ നമ്മൾ ആദരിക്കാറുണ്ടോ? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അറിയാമല്ലോ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്ത് കിടന്ന് വളർന്ന മഹാനാണ്. 8 വയസ്സ് പ്രായമാകുമ്പോ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടങ്ങുന്ന ഉറങ്ങുന്ന ആ കൊച്ചു പൈതലിനെ കണ്ടിട്ട് റസൂലുള്ള ചോദിക്കുകയാണ്, മൈമൂന അസല്ലൽ ഗുലാം, ആ കുട്ടി നമസ്കരിച്ചോ മൈമൂന? അല്ലാഹുവിന്റെ
റസൂൽ മൈമൂന ബീവിയോട് ചോദിക്കുകയാണ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ 8 വയസ്സായ ബാലൻ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് ഫർള് നമസ്കരിച്ചോ എന്ന് ചോദിക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പ്രായപൂർത്തിയായ നമ്മുടെ മക്കൾ കിടന്നുറങ്ങുമ്പോ ഏതെങ്കിലും ഒരു വാപ്പമാര് ഉപ്പമാര് ഉമ്മമാര് ആ മക്കള് നമസ്കരിച്ചോ എന്ന് ചോദിക്കാറുണ്ടോ? സ്കൂള് വിട്ട് കോളേജ് വിട്ട് മംഗലാപുരത്ത് നിന്ന് കാസർഗോഡ് നിന്ന് ഉപ്പളയിൽ നിന്ന് സ്കൂള് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന നമ്മുടെ പ്രായപൂർത്തിയെത്തിയ മക്കള്, മോനെ നീ അസർ നമസ്കരിച്ചോടാ, മോളെ നീ അസർ നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന എത്ര ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്, എത്ര ഉപ്പമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. രാവിലെ സുബഹി നമസ്കരിക്കാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഉപ്പ, പ്രായപൂർത്തിയെത്തിയ നിങ്ങളുടെ മകളാണ് AC റൂമിൽ കിടന്നുറങ്ങുന്നത്, നിങ്ങളുടെ മകനാണ് AC റൂമിൽ കിടന്നുറങ്ങുന്നത്, അവനെ തട്ടി വിളിച്ചുണർത്തിയിട്ട് സുബഹി നമസ്കരിച്ചോ എന്ന് ചോദിക്കാനുള്ള ശക്തി പോലും ഈ കാലഘട്ടത്തിലെ ഉപ്പമാർക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? ആ മക്കളെ നരകത്തിലാക്കിയിട്ടാണ് ഈ ഉപ്പ സ്വർഗത്തിൽ പോകാൻ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. അല്ല മാതാപിതാക്കളെ, അങ്ങനെ നമ്മുടെ മക്കളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരരുതേ, വരരുതേ. അല്ലാഹു നമ്മളോട് പഠിപ്പിച്ചതെന്താ? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ശരീരത്തെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ. ഇന്ന് ചൂട് കാരണം വാതിൽ കേൾക്കാൻ സമയമില്ല, ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, ചൂട് കാരണം പള്ളിക്ക് പോകാൻ കഴിയുന്നില്ല. പള്ളിയിലേക്ക് ളുഹർ നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വാഹനം എടുക്കുമ്പോ, ബൈക്ക് എടുക്കുമ്പോ, സൈക്കിൾ എടുക്കുമ്പോ ഭാര്യ പറയുകയാണ്, നിങ്ങൾ ചൂടാണ് പോകല്ലേ, ഉഷ്ണരോഗമുണ്ടാകും കേട്ടോ. എത്രയോ പേര് സൂര്യാഘാതത്താൽ മരണപ്പെടുന്നു, എത്രയോ പേര് സൂര്യാഘാതത്താൽ വെന്തുരുകുന്നു. അതുകൊണ്ട് ഇച്ഛാ പള്ളിയിലേക്ക് പോകല്ലേ എന്ന് പറയുമ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ യുദ്ധത്തിന് പോകാൻ വേണ്ടി അവരോട് കൽപ്പിച്ച സമയത്ത് ആ വീട്ടുകാര് പറഞ്ഞു, ലാ തൻഫിറു ഫിൽ ഹർ, ഈ ചൂടിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടോ എന്നങ്ങനെ അവരോട് പറയപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ മറുപടി എന്തെന്നറിയുമോ? ഖുൽ നബിയേ പറയണേ, നാറു ജഹന്നമ അശദ്ദു ഹർറാ, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. ഇതിനേക്കാൾ കഠിന കഠോരമാണ് നരകത്തിലെ ചൂട് കേട്ടോ. ഇന്നൊരു പക്ഷേ 40 ഡിഗ്രി 42 ഡിഗ്രി 45 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരിക്കാം. ഇതൊന്നുമല്ല, 69 ഇരട്ടി അധികരിപ്പിച്ചുകൊണ്ട് നരകത്തിലിട്ട് അല്ലാഹു നാളെ കത്തിക്കുന്നതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കണേ നബിയേ. അതുകൊണ്ട് അവരവരുടെ മാതാപിതാക്കൾ തന്റെ മക്കളെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം കേട്ടോ. പനി വരുമ്പോ, ഭയങ്കരമായ പനിയാണ്, 100 ഡിഗ്രി സെൽഷ്യസിൽ കുട്ടി വിറയ്ക്കുന്ന സമയത്ത് ഒരു ഉപ്പ ഓടി വന്ന കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കും. എന്നാൽ ആ ഉപ്പ, ആ കുട്ടി നാളെ നരകത്തിൽ കിടന്ന് കത്തുന്ന രംഗം. എന്തേ നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു ചിന്തയില്ലാത്തത്? അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തേ ഒരു വേദന ഇല്ലാത്തത്? ആ ഭാഗമല്ലേ അല്ലാഹു പറയുന്നത്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് ചോദിച്ചത്, അസല്ലൽ ഗുലാം, ആ കുട്ടി നമസ്കരിച്ചോ മൈമൂന? അള്ളാന്റെ റസൂലിനോടൊപ്പം 8 വയസ്സായ സഹനം കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇബ്നു അബ്ബാസ്, എന്തേ നിന്നെ ഞാൻ പിടിച്ചു പുറകിലാക്കിയപ്പോ നീ ഇടതും വലതുമായി മാറി മാറി നിന്നതിന്റെ കാരണം എന്തേ? 8 വയസ്സായ പൊന്നുമോ നബി തങ്ങളോട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, അങ്ങ് ലോകത്തിന്റെ നേതാവാ, വിപ്ലവത്തിന്റെ നായകനാ, സത്യാസത്യ വിവേചകനാ, അങ്ങയുടെ പുറകിൽ നിൽക്കാൻ എന്നെ കൊണ്ടാവൂല നബിയേ, അങ്ങയുടെ പുറകിൽ നിൽക്കാൻ എന്നെ കൊണ്ടാവൂല നബിയേ. അത്രത്തോളം മഹത്വമേറിയ അങ്ങയുടെ മുന്നിൽ, അങ്ങയുടെ പുറകിൽ വന്ന് ഞാൻ എങ്ങനെ നിൽക്കുമെന്ന് 8 വയസ്സുകാരനായ ബാലനായ ആ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. നബി തങ്ങളുടെ മുബാറക്കായ കൈകൊണ്ട് ആ കുട്ടിയുടെ തലയിലേക്ക് വെച്ചിട്ട് അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുവേ ഈ ദീനിലും ഈ ദുനിയാവിലും ഇവനെ നീ ഒരു വലിയ പണ്ഡിതനാക്കണേ അല്ലാ. ലോകത്തിന്റെ പ്രവാചകന്റെ ദുആ
സ്വീകരിച്ചത് കൊണ്ടല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇന്ന് ലോകം അറിയപ്പെട്ട പണ്ഡിതനായി മാറിയില്ലേ? സഹാബാക്കൾക്കിടയിലെ ഏറ്റവും വലിയ അഗ്രഗണ്യനായി മാറിയില്ലേ? പരിശുദ്ധ ഖുർആനിനെ, പരിശുദ്ധമായ തഫ്സീറിനെ ലോക നെറുകയിൽ പരിചയപ്പെടുത്തിയ മഹാനുഭാവനല്ലേ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങള്. എന്തുകൊണ്ടാണ്? ആ പണ്ഡിതന്മാരുടെ ദുആയുടെ ബർക്കത്താണ്, ആ ഇൽമിനോടുള്ള മഹത്വത്തിന്റെ ബർക്കത്താണ്. ആ മജ്ലിസുൽ ഇൽമിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ലോകത്ത് അറിയപ്പെട്ട ഒരു ആലിമായി മാറിയെങ്കിൽ ഓർക്കണേ, അലിയാര് തങ്ങളെ നമുക്കറിയോ? നബി തങ്ങളെ അലിയാര് തങ്ങളെ നോക്കിയിട്ടാണ് പറഞ്ഞത്, അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഞാൻ ഇൽമിന്റെ കേദാരമാണ്, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, ഞാൻ വിജ്ഞാനത്തിന്റെ കോശമാണ്. പക്ഷേ അലിയാര് തങ്ങളുണ്ടല്ലോ, വബാബുഹാ, ആ പട്ടണത്തിന്റെ ഗേറ്റാണ് അലിയാര് തങ്ങൾ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ അലിയാര് തങ്ങൾ പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ മഹത് വചനത്തിന് വേണ്ടി 60 ഒട്ടകങ്ങൾ ചുമക്കാൻ പറ്റുന്ന തരത്തിലുള്ള തഫ്സീർ എഴുതാൻ അല്ലാഹു എനിക്ക് തൗഫീഖ് തന്നിട്ടുണ്ട് കേട്ടോ. എത്ര വലിയ ഇൽമാണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അലിയാര് തങ്ങൾ പറഞ്ഞ വാക്കാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന്റെ തഫ്സീർ, അതിന്റെ വ്യാഖ്യാനം ഞാൻ എഴുതിയാൽ 60 ഒട്ടകങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തത്ര കിതാബിന്റെ ശേഖരണമായിരിക്കും. അത് എഴുതുക എന്നത് ബഹുമാനപ്പെട്ട അലിയാര് തങ്ങൾ പറഞ്ഞെങ്കിൽ അതെനിക്ക് എളുപ്പമാണ്, സുലഭമാണ്. അത്രത്തോളം ഇൽമിന്റെ മഹത്വമുള്ള വ്യക്തിയാണ് മഹാനായ അലിയാര് തങ്ങള്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. സഹാബാക്കൾക്കിടയിൽ ഇൽമിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവും വറാസത്തിന്റെ വിഷയത്തിൽ, അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് സയ്യിദ് ഇബ്നു സാബിത്ത് അംഗീകരിക്കൂല, സയ്യിദ് ഇബ്നു സാബിത്ത് പറയുന്നത് ഇബ്നു അബ്ബാസ് തങ്ങളും അംഗീകരിക്കൂല. അവർ വർഷങ്ങളായ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമാണ്, അഭിപ്രായ ഭിന്നതയുള്ളവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു താമസിക്കുന്ന മദീനയിലേക്ക് കടന്നു വരുന്നു സയ്യിദ് ഇബ്നു സാബിത്ത്. അവിടെ ഒരു മരിപ്പിന് വേണ്ടി വരികയാണ്, ഒരു മയ്യത്ത് കാണാൻ വേണ്ടി ഒട്ടകത്തിന്റെ മുകളിൽ കടന്നു വരുമ്പോ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു എന്ന മഹാനുഭാവൻ ആ ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളെ ചാടി എഴുന്നേറ്റ് പോവുകയാണ്. ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചു കൊണ്ടുപോകുന്നു. ആരാണ് ഈ സയ്യിദ് ഇബ്നു സാബിത്ത്? ഇബ്നു അബ്ബാസ് തങ്ങളുടെ വിരോധിയാണ്. ഏത് വിഷയത്തിൽ വിരോധിയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ഇൽമിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം, തർക്കം അത് മാത്രമാണ്, അല്ലാതെ മാനസികമായ ശാരീരികമായ എതിരഭിപ്രായമല്ല. ഒരു മസലയുടെ വിഷയത്തിൽ വർഷങ്ങളോളം അവർ ചർച്ച ചെയ്ത് തർക്കിച്ചിരിക്കുമെങ്കിൽ ആ ഇബ്നു അബ്ബാസ് തങ്ങളെ കാണുമ്പോ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ആദരിക്കുകയാണ്. സയ്യിദ് ഇബ്നു സാബിത്തിനെ കാണുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ ആദരിക്കുകയാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് മുന്നോട്ട് നടന്നപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് ഇബ്നു അബ്ബാസിനെ നോക്കി പറയുകയാണ്, ഇബ്നു അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യന്റെ മകനേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യരുത് കേട്ടോ, നിങ്ങൾ എനിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ അഹ്ലു ബൈത്തിൽ പെട്ടവരാണ്, നബി തങ്ങളുടെ കുടുംബമാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യരുത് കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ആ പിതൃവ്യന്റെ സഹോദര മകനായ സയ്യിദ് റളിയല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈക്ക് പിടിച്ചിട്ട് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തുകയാണ്, ചുംബിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളോട് നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, അഹ്ലു ബൈത്തിന്റെ കൈപിടിച്ച് ചുംബിക്കണമെന്ന് നബി തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തിരിച്ചും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കൈ പിടിച്ച് ചുംബിച്ചിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ആലിമീങ്ങളെ ബഹുമാനിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനാണ് നിങ്ങൾ, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത്തിന്റെ കൈക്ക് പിടിച്ച് ചുംബിക്കുകയുണ്ടായി. അവർക്കിടയിൽ വിദ്വേഷവും വെറുപ്പൊക്കെ ഉണ്ടെങ്കിലും, മസലപരമായിട്ടാണ് വെറുപ്പെങ്കിലും, പരസ്പരം കണ്ടപ്പോ കെട്ടിപ്പിടിച്ച് ചുംബിക്കാനും മുസാഫഹത്ത് ചെയ്യാനും അവർക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. എന്തിന്റെ പേരിലാണ്? ഇൽമിന്റെ പേരിലാണ്, വിജ്ഞാനത്തിന്റെ പേരിലാണ്.
വലിയ മഹാനായിരുന്നു സെയ്ദ് ഇബ്നു സാബിത്ത്. അദ്ദേഹത്തെക്കാൾ വലിയ മഹാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പക്ഷേ ആ സെയ്ദ് ഇബ്നു സാബിത്തിനെ കണ്ടപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബഹുമാനിക്കുകയാണ്. ആലിമീങ്ങളോടുള്ള മഹത്വമാണത്. അവരെ ബഹുമാനിക്കണം. നബി തങ്ങളുടെ വാക്കാണത്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായി. അദ്ദേഹത്തിന്റെ മയ്യത്തടക്കിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമാണ് മയ്യത്തടക്കാൻ പോകുന്നത്. ആ മയ്യത്തടക്കിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, നമ്മൾക്ക് നഷ്ടമായത് വലിയ ഒരു വിജ്ഞാനകോശമാണ്. വലിയ ഒരു വിജ്ഞാനകോശം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ വിജ്ഞാനകോശത്തെയാണ് നമ്മൾ മറവാടിയത് എന്ന് ലോകത്തോട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിൽ ആലിമീങ്ങളെ ഉലമാക്കളെ ബഹുമാനിച്ചിരുന്ന കാലഘട്ടമായിരുന്നു സഹാബാക്കളുടെ കാലഘട്ടം. ഇന്ന് ആലിമിനെ എവിടെ ബഹുമാനിക്കുന്നു? ഇൽമിന്റെ മജ്ലിസിനെ ആര് ബഹുമാനിക്കുന്നു? മുതഅല്ലിമീങ്ങളെ ആര് ബഹുമാനിക്കുന്നു? ഇന്നിവിടെ ഒരു പാട്ട് നടക്കട്ടെ, ഒരു കൂത്ത് നടക്കട്ടെ, ഇന്നിവിടെ ഒരു ഗായകൻ വരട്ടെ, ഇന്നിവിടെ ഒരു സിനിമാറ്റിസ്റ്റ് ഡാൻസ് നടക്കട്ടെ, ഇന്ന് നമ്മുടെ സഹോദരിമാരും സഹോദരങ്ങളും അടക്കം ഇവിടെ നിലത്ത് കാല് വെക്കാൻ കുത്താൻ സ്ഥലം കാണൂല. എന്നാൽ ഇൽമിന്റെ ഗേഹമായതുകൊണ്ട്, ഇൽമ് പഠിപ്പിക്കപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് അവിടേക്ക് ഒഴുകിയ നല്ല നല്ല ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും നമുക്ക് ലഭിക്കുന്നില്ല. ആരെയില്ല. ചെറുപ്പക്കാരും പെണ്ണുങ്ങളുടെ പിന്നാലെ ചന്തയിലാണ്. വാലിന്റെ സദസ്സിൽ എക്സ്പയർ ആയ കുറെ കിളവന്മാരും തൊണ്ടന്മാരും തൊണ്ടികളും, അല്ലാതെ വേറെ ആരെയുള്ള ഇൽമ് അവര് കേൾക്കാൻ തയ്യാറാണ്. നിസ്കരിക്കാൻ പള്ളിക്ക് വന്നാൽ അവര് മാത്രാണ്. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെല്ലാം എവിടെ? അവരിന്ന് കളിയിലാണ്, ചിരിയിലാണ്, സന്തോഷത്തിലാണ്. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഒരായത്തിതാ നീ ഒന്ന് കേട്ട് വെക്കണേ. എപ്പോഴാണ് നിന്റെ റൂഹനെ പിടിക്കപ്പെടുക എന്നറിയില്ല. ഞാനൊരു ചെറുപ്പക്കാരനാണ്, എന്റെ വയസ്സ് 20 എനിക്ക് 25 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയും എത്രയോ വർഷം എനിക്ക് ബാക്കിയുണ്ട് എന്ന് നീ കരുതണ്ട കേട്ടോ. എല്ലാ ദിവസവും നീ പത്രം എടുത്തൊന്ന് നോക്കണേ. അതിന്റെ ചരമകാലം എടുത്തിട്ട് നീ ഒന്ന് നോക്കണം. എത്രയോ ചെറുപ്പക്കാരാണ് മറിഞ്ഞു വീഴുന്നത്, എത്രയോ ചെറുപ്പക്കാരാണ് ആക്സിഡന്റിൽ മരണപ്പെടുന്നത്, എത്രയോ ചെറുപ്പക്കാരാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്, എത്രയോ ചെറുപ്പക്കാരാണ് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. നീ ഓർത്തു പോകണേ, എന്റെ വയസ്സ് 25 എനിക്ക് ഇനിയും ഒരുപാട് ലൈഫ് ദുനിയാവിൽ ജീവിക്കാനുണ്ട്. ഒരിക്കലും അങ്ങനെ കരുതണ്ട. ഏത് സമയത്താണ് മലക്കുൽ മൗത്ത് വരുന്നതെന്നറിയില്ല. ആ സമയത്ത് നീ ഒരു പക്ഷേ ഹറാമായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെടുന്നതെങ്കിൽ നഊദുബില്ലാ, അല്ലാഹു നമ്മളെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് മോശമായി പോവൂലേ? അന്ത്യം നമുക്ക് നഷ്ടപ്പെട്ടു പോവൂലേ? പിന്നീട് നമ്മുടെ ബർസഖിയായ ഖബറിന്റെ ജീവിതം നമുക്ക് എതിരായി മാറൂലേ? അതുകൊണ്ട് ചെറുപ്പക്കാരാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളത്തേക്ക് വേണ്ടി നീ വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് നീ ഒന്ന് ചിന്തിക്കണം കേട്ടോ. നാളത്തേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? ഓരോരുത്തരും സ്വമേധയാ ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ഇന്ന് സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് ളുഹർ നമസ്കരിച്ചിട്ടുണ്ടോ? എന്റെ ഒരു ദിവസം എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഇശാ ഞാൻ നമസ്കരിച്ചിട്ടാണോ ഉറങ്ങുന്നത്? മഗ്രിബ് നമസ്കരിച്ചിട്ടാണോ ഞാൻ കിടന്നത്? ഒന്ന് ചിന്തിച്ച് വിലയിരുത്തി നോക്ക്. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ ഫത്തഖുല്ലാഹ്. നാളത്തേക്ക് വേണ്ടി നീ എന്താണ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നീ ഒന്ന് ചിന്തിക്കണേ. അത് ചിന്തിക്കാതെ നീ കിടന്ന് ഉറങ്ങരുത് കേട്ടോ. രാത്രി എങ്ങാനും നീ കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയിട്ടാണ് അള്ളാഹു നിനക്ക് നൽകിയ നിർബന്ധമാക്കിയ കടമകളിൽപ്പെട്ട നമസ്കാരം ഒഴിവാക്കിയിട്ടാണ് നീ ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ പാതിരാ സമയത്തെങ്ങാനും നിന്റെ റൂഹിനെ പിടിക്കപ്പെട്ടാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നഊദുബില്ലാഹ്. അല്ലാഹുവിനോടുള്ള കടമ നിർവഹിക്കപ്പെടാത്തവനായി കോടതിയിൽ നിന്നെ നാളെ ഹാജരാക്കപ്പെടുകയില്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരികളും ഞാനടക്കം നമ്മൾ ഓരോരുത്തരടക്കം നാളത്തേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചത് എന്ന് ഈ പ്രഭാഷണങ്ങളിലൂടെ, ഈ ഉറൂസുകളിലൂടെ, ഈ ഇൽമിന്റെ മജ്ലിസുകളിലൂടെ ഞാനും നിങ്ങളും തീരുമാനിച്ച് ഉറപ്പിക്കേണ്ട സമയമാണ് കേട്ടോ.
നാളത്തേക്ക് വേണ്ടി എന്താണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പ 50 വർഷം ദുബായിൽ പോയിട്ടുണ്ട്. ഉപ്പ 40 വർഷം ഒമാനിലായിരുന്നു. ഉപ്പ 30 വർഷം ഖത്തറിലായിരുന്നു. ഉപ്പ ഇത്ര വർഷം സൗദിയിലായിരുന്നു. തന്റെ മക്കൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും വാപ്പ ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. വീടുണ്ട്, ജാഗയുണ്ട്, വാഹനമുണ്ട്. ഇതെല്ലാം ഇനി വാപ്പ മരിച്ചാലും പ്രശ്നമില്ല. ഇതെല്ലാം ഈ നശിച്ചു പോകുന്ന ദുനിയാവിന് വേണ്ടി മാത്രമാണ്. ഇഅ്ലമൂ, നിങ്ങൾ അറിയണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ദുനിയാവെന്ന് പറയുന്നത് കളിയാണ്. ദുനിയാവെന്ന് പറയുന്നത് ചിരിയാണ്. ദുനിയാവെന്ന് പറയുന്നത് രസമാണ്. ദുനിയാവെന്ന് പറയുന്നത് തമാശയാണ്. കേവലം ജനങ്ങൾ പ്രൗഢി നടിക്കലാണ്. അവന്റെ സമ്പത്ത് കൊണ്ട്, അവന്റെ അഭിമാനം കൊണ്ട്, അവന്റെ പദവി കൊണ്ട്, അവന്റെ വാഹനങ്ങൾ കൊണ്ട്, അവന്റെ വീട് കൊണ്ട്, സ്വത്ത് മുതലുകൾ കൊണ്ട് ദുനിയാവിൽ പരസ്പരം പ്രൗഢി നടിക്കലാണ് ദുനിയാവ്. കേട്ടോ, അതെല്ലാം ഒരു മഴ പോലെയാ. ആ മഴ പെയ്ത് തകർന്ന് ഒലിച്ചു പോകുന്ന ആ മണ്ണിലൂടെ ഒലിച്ചു പോകുന്ന ആ കൃഷികളൊക്കെ നശിച്ചു പോകുന്ന ഒരു ഫ്ലഡ് വന്ന്, ജലപ്രളയം വന്ന് എല്ലാം നിമിഷ നേരം കൊണ്ട് തകർന്ന് തരിപ്പണമായി പോകുന്നത് പോലെ കണ്ടില്ലേ? 70 പതിറ്റാണ്ടിന് ശേഷം ദുബായിൽ പോലും എത്രയോ നാശനഷ്ടങ്ങളാണ്. ആരെങ്കിലും കരുതിയിട്ടുണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം വരുമെന്ന്? ഒമാൻകാരൻ പ്രതീക്ഷിച്ചതാണോ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം വരുമെന്ന്? കേരളക്കാരൻ പ്രതീക്ഷിച്ചതാണോ 2018 ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം വരുമെന്ന്? എത്രയെത്ര നഷ്ടങ്ങളാ, എത്രയെത്ര നാശങ്ങളാ, എല്ലാം തകർന്ന് തരിപ്പണമായില്ലേ? ഇതുപോലെയാണ് മക്കളെ നിങ്ങളുടെ ദുനിയാവെന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹ് പഠിപ്പിച്ചു തരികയാണിത്. സൂറത്തുൽ ഹദീദ്. ഇതാണ് ദുനിയാവ്. ഈ ആഡംബരങ്ങളും ഈ പ്രൗഢിയും ഈ അന്തസ്സും അഭിമാനവുമെല്ലാം ഒരു ദുർബല നിമിഷത്തിൽ തകർന്ന് തരിപ്പണമാകും. എല്ലാം നശിച്ചു പോകും. കേട്ടോ, അതുകൊണ്ട് ദുനിയാവ് നശിച്ചു പോകുന്നതിന് മുമ്പ് നാളത്തേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു കൂട്ടിയതെന്ന് ഓരോ ആത്മാവും, ഓരോ നഫ്സുകളും അവൻ അല്പസമയം ഇരുന്ന് ഒന്ന് അയവിറക്കണേ, ചിന്തിക്കണേ. നാളത്തേക്ക് വേണ്ടി ഞാൻ എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഇന്ന് നാളെ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഭാര്യ എന്ന് വിളിച്ചു പറയും. നാളെ ആട്ട വാങ്ങണം, ഗോതമ്പ് വാങ്ങണം, പത്തലുണ്ടാക്കാൻ അരിപ്പൊടി വാങ്ങണം, 2 കിലോ കോഴി ഇറച്ചി വാങ്ങണം. ഇതെല്ലാം ഭാര്യ വിളിച്ചു പറയും നാളത്തേക്ക് വേണ്ടി. എന്നാൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്റെ ഈ കണ്ണടഞ്ഞു പോയാൽ നാളെ ഈ പള്ളിയുടെ 6 അടി മണ്ണ് ഖബർസ്ഥാനിൽ വന്ന് കിടന്നാൽ എനിക്ക് അവിടെ ആരുണ്ട് സഹായിക്കാൻ? അവിടെ ആരുണ്ട്? ഒരാള് മരണപ്പെടുമ്പോ അവന്റെ പിന്നാലെ ആയിരങ്ങൾ, 10,000-ങ്ങളാണ് ജനാസയെ അനുഗമിച്ചു വരുന്നത്. നല്ലൊരാള് മരണപ്പെട്ടു, സാലിയായ ഒരാൾ മരിച്ചു, തങ്ങൾ മരിച്ചു, ഉസ്താദ് മരിച്ചു, 10,000-ങ്ങൾ പിന്നാലെ വരും. അവരൊക്കെ ആലിമീങ്ങളായി, മഹാന്മാരായി അവരെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് സന്തോഷമായിട്ട് അവർക്ക് പോകാം. ഇന്നിപ്പോ ഇവിടെ സിയാറത്ത് ചെയ്യാൻ വരുമ്പോ അവരൊക്കെ ഔലിയാക്കളായതുകൊണ്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് പോകുന്നു. നമ്മൾ നാളെ മരിച്ചാൽ നമ്മുടെ ഖബറിൽ നമ്മൾ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്? ആര് വരും? നമ്മളൊന്ന് സിയാറത്ത് ചെയ്യാൻ തന്നെ ആരെങ്കിലും വരുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ആരെങ്കിലും വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. നാളത്തെ കാര്യം ആരുണ്ടാക്കി വെച്ചിട്ടുണ്ട്? എന്തുണ്ട് നമുക്ക്? എന്തിനാണ് ഈ വഅദ് കേൾക്കുന്നത്? വഅദിനോടൊന്നും ആളുകൾക്ക് ഇപ്പോൾ ഒരു താല്പര്യമില്ല. ആളുകൾക്ക് മുഴുവനും താല്പര്യം പാട്ട്, സംഗീതം, ഡാൻസ്, ഇതിനോടാണ് ഇപ്പൊ താല്പര്യം. യൂട്യൂബ് നിങ്ങൾ എടുത്തു നോക്ക്. എത്രയെത്ര ചെറുപ്പക്കാര്, കുട്ടികളെയാണ് മാതാപിതാക്കൾ പാടുന്നതിന് വേണ്ടി വെള്ളിത്തിരയിൽ നിർത്തിയിരിക്കുന്നത്. യൂട്യൂബ് എടുത്ത് വെച്ച് നോക്ക്. നല്ല നല്ല കുട്ടികൾ, കൊച്ചു കൊച്ചു കുട്ടികള്, 10, 12, 14 വയസ്സുള്ള കുട്ടികൾ, ആൺ പെൺകുട്ടികളെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണം ചെലവാക്കുകയാണ്. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, റീച്ച് കിട്ടാൻ.
അതിനു വേണ്ടിയിട്ടാണ് ചെലവാക്കുക. ചിന്തിക്കുന്നില്ല. ഈ ഉപ്പയും ഉമ്മയും ഈ മക്കള് പാട്ടുപാടി ഉണ്ടാക്കുന്ന പണവും ഈ മക്കള് പാട്ടുപാടി ഉണ്ടാക്കുന്ന അന്തസ്സും അഭിമാനവും, മാതാപിതാക്കളെ നിങ്ങൾക്ക് നാളെ ഖബറിൽ ശിക്ഷയാണെന്ന കാര്യം എന്തേ നിങ്ങൾ മറന്നുപോയത്? എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? എന്താ ഓർക്കാത്തത്? അതിനാണ് വാല് കെട്ടണമെന്ന് പറയുന്നത്. വാല് കെട്ടാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ വാല് എന്ന് പറയുന്നത് കേവലം ഒരു ബക്കറ്റ് എടുക്കാനല്ല, ഒരു പിരിവുണ്ടാക്കാനല്ല. ഇന്നിവിടെ വന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അതാണ് ഈ വാല്. അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കണം. വാപ്പയും ഉമ്മയും തന്റെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം, ഇൽമു പഠിപ്പിക്കണം. എന്നാലേ ഈ വാപ്പാക്കും ഉമ്മാക്കും ഗുണമുള്ള കുട്ടിയായിട്ട് ഇത് മാറുള്ളൂ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. വാപ്പാന്റെ ഖബറിന്റെ അരികിൽ വന്നിരുന്ന് പൊട്ടിക്കരയുന്ന ഒരു മകനെ വാർത്തെടുക്കാൻ ഉപ്പ നീയാണ് അതിനു വേണ്ടി തയ്യാറാവേണ്ടത്. ഉള്ള സമയത്ത് പാട്ട് പഠിപ്പിച്ചു, ഉള്ള സമയത്ത് നൃത്തം പഠിപ്പിച്ചു, ഉള്ള സമയത്ത് ഗായകനാക്കി ഗായികയാക്കി ഉപ്പ മരണപ്പെട്ടു പോയില്ലേ? ആ വാപ്പാക്ക് വേണ്ടി എങ്ങനെ ദുആ ചെയ്യണമെന്ന് ഈ കുട്ടിക്ക് അറിയില്ല. എങ്ങനെ ദ്വാരക്കും? മാതാപിതാക്കൾ ചിന്തിക്കും. നാളെ മരിച്ചു പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. എല്ലാവരും മരിച്ചു പോകേണ്ടവരാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളാണ് ഫാത്തിമ. ഫാത്തിമത്തു ഖിത്അത്തും മിന്നീ, എന്റെ കരളിന്റെ കഷണമാണ് മോള് ഫാത്തിമ. ആ പൊന്നുമോള് ഫാത്തിമയെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, യാ ബുനയ്യ മോളെ ഫാത്തിമ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ. നാളെ നിന്നെ അല്ലാഹുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ ഉപ്പാക്ക് കഴിയില്ല മോളെ ഫാത്തിമ. കഴിയില്ല കേട്ടോ മോളെ, കഴിയില്ല. യാ ബനി ഖുറൈശ്, ഏ ഖുറൈശി കുടുംബമേ. ഓരോ കുടുംബത്തെയും വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ പ്രവാചകനാണ്, പക്ഷേ ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈആ. നാളെ അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ടാവൂല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചോളി, വേണമെങ്കിൽ നിങ്ങൾ പണിയെടുത്തോളി എന്നാ പറഞ്ഞത്. സ്വന്തം മോളോട് പോലും, സ്വന്തം മകളോട് പോലും. വാപ്പാ, എന്റെ മുന്നിലിരിക്കുന്ന ഉപ്പമാരെ, എന്റെ വാല് കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ മക്കൾ ഇന്ന് 5 വഖത്ത് നിസ്കരിച്ചത് ഞാൻ അന്വേഷിച്ചോ ഇല്ലയോ? എന്നാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? അന്വേഷിക്കും. മരുന്ന് കഴിച്ചോ? അന്വേഷിക്കും. വെള്ളം കുടിച്ചോ? അന്വേഷിക്കും. സ്കൂളിൽ പോയോ? അന്വേഷിക്കും. പള്ളിയിൽ പോയോ? നീ നിസ്കരിച്ച? നീ മദ്രസയിൽ പോയിന? നീ നിസ്കരിച്ചിന? ആര് ചോദിക്കുന്നു? ആര് ചോദിച്ചു? പാപ്പാക്കും ഉമ്മാക്കും മക്കളുടെ വിഷയത്തിൽ വലിയ ഫിക്കറില്ല, പള്ളിയുടെ വിഷയത്തിൽ ഫിക്കറില്ല. സ്കൂള്, കോളേജ്, രാവിലെ സ്കൂളിൽ വിടാൻ, രാവിലെ സ്കൂളിൽ ഒരുക്കി വിടാൻ വേണ്ടി രാവിലെ എഴുന്നേൽപ്പിക്കും. എന്നാ സുബഹി നിസ്കരിച്ചോ? ചോദിച്ചോ? സുബഹി നിസ്കരിച്ചോ? റമളാൻ മാസത്തിൽ എന്തായിരുന്നു? പള്ളിയിൽ ഫുൾ ആള്. റമളാൻ കഴിഞ്ഞു, അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റ റഹ്മത്തി വറിദ്വാൻ. സലാം പറഞ്ഞ് റമളാൻ പോയതോടുകൂടി നമ്മളും അതിന്റെ പിന്നാലെ പോയില്ലേ? പള്ളികളെല്ലാം ശൂന്യമായി. ഓരോ വഖത്തിലും സമൂസ വെച്ച് വിളമ്പിയാൽ പള്ളി നിറച്ചുമാളാണ്. ഓരോ വഖത്തും കഞ്ഞി വിളമ്പിയാൽ, ഓരോ വഖത്തിലും നമുക്ക് അവിടെ ബിരിയാണി വിളമ്പിയാൽ പള്ളി നിറച്ചുമാളാണ്. റമളാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. അക്കൂട്ടത്തിൽ നമ്മളും റമളാനിന്റെ പിന്നാലെ പോയി. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ, താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ റമളാൻ മാസം കഴിഞ്ഞാലും 6 മാസം അവർ ദുആ ചെയ്യും, അല്ലാഹുവേ ഞങ്ങളുടെ റമളാൻ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ റമളാൻ നീ സ്വീകരിച്ചോ അല്ലാ. റമളാനിന്റെ രാപ്പകലുകൾ അല്ലാഹുവേ നീ സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ബഹുമാനപ്പെട്ട മഹാന്മാരെ, സ്വാലിഹീങ്ങൾ, സാദാത്തുകൾ, ആരിഫീങ്ങൾ അല്ലാഹുവിനോട് 6 മാസക്കാലത്തോളം ദുആ ചെയ്യും, അല്ലാ ഞങ്ങളുടെ റമളാൻ നീ സ്വീകരിച്ചോ പടച്ചവനെ. അവര് ചോദിക്കും, 6 മാസം ചോദിക്കും. റബീഉൽ അവ്വൽ വരെ ചോദിക്കും. നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ലാ കൊടും ചൂട്, ഈ റമളാൻ ഒന്ന് 29 തരാവോ, ഒന്ന് 28 തരാവോ? കുറച്ച് അല്ലാ ഭയങ്കര ചൂട്.
അല്ലാഹു അക്ബർ. സഹാബാക്കൊക്കെ റമദാൻ നഷ്ടപ്പെട്ടാൽ ഭയങ്കര കരച്ചിലാണ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, താബിഈങ്ങൾക്കൊക്കെ വലിയ വിഷമാണ്. ഖലഫുകൾക്ക് വിഷമാണ്. റമദാൻ പോകുന്നു. ഇതുപോലൊരു സന്തോഷം നമുക്കുണ്ടോ? ഈ 30 ദിവസത്തിൽ ഒരുമിച്ച് കൂടൽ, 30 ദിവസത്തിൽ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കൽ, 30 ദിവസത്തിൽ ഒരേ സുഫ്രയിൽ വട്ടം കൂടിയിരിക്കൽ, 30 ദിവസത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ കൊടുക്കലും വാങ്ങലും, കൈ കൊടുക്കലും, മുസാഫഹത്തും, കെട്ടിപ്പിടിക്കലും, മുആനഖത്തും, സഹായിക്കലും, ഖിദ്മത്തും, സദഖകളുമെല്ലാം എന്ത് വലിയ സന്തോഷമാണ്. ഈ സന്തോഷമല്ലേ അല്ലാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടം. ഈ സന്തോഷമാണ് സ്വർഗവും അല്ലാഹു ആഗ്രഹിക്കുന്നതെങ്കിൽ ആ റമദാൻ നമ്മൾ ഇവിടെ പറഞ്ഞതോടുകൂടി നമ്മളിൽ നിന്ന് ജനങ്ങളും ഇതാ വിട പറഞ്ഞു പോയി. റമദാൻ പോയി, അവരും പോയി. റമദാൻ പോയി, അവരും പോയി. പള്ളികളെല്ലാം പഴയ ഓൾഡ് ഏജിനെ കൊണ്ട് നിറഞ്ഞു. ഓൾഡ് ഏജ്, ഓജി, ന്യൂജി എല്ലാം പോയി. ഓജി മാത്രം പള്ളിയിൽ. പിന്നെ അല്ലാഹു തആല പള്ളിയിൽ ആള് കുറഞ്ഞതിന് ഒരു പുതിയൊരു സിസ്റ്റം. കസേരയ്ക്ക് റൂഹ് കൊടുത്തിട്ട് കസേരകളെങ്കിലും നിസ്കരിക്ക്. പള്ളികളിലൊക്കെ കസേര നിറഞ്ഞു, ഫുള്ള്. ഞങ്ങളുടെ പള്ളിയിൽ 75 കസേര ഉണ്ട്. എന്റെ പള്ളിയിൽ 125 കസേര ഉണ്ട്. എന്റെ പള്ളിയിൽ 125 കസേര. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ 125 കസേരയാണ്. ഈ കസേരയിൽ നിസ്കരിക്കാൻ പറ്റുന്ന ആരും അറിയോ? നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഈ കസേര എടുത്തിട്ട് ഇയാൾ ഓടുന്ന രംഗം കാണണം. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കസേര എടുത്തിട്ട് ഓടിയിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് അയാളാണ് കസേരയിൽ നിസ്കരിക്കുന്ന ആള്. എന്ത് ഫായതയുണ്ട്, എന്ത് ഗുണമുണ്ട് ഈ കസേരയിൽ അങ്ങനെ നിസ്കരിച്ചാൽ? എന്താ ഫായതയുള്ള? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അവസാന വഖത്ത് വരെ, സമയം വരെ നിലത്തിരുന്നാണ് നമസ്കരിച്ചത്. അങ്ങനെ താഴെ ഇരുന്ന് നമസ്കരിക്കാമെന്ന് പഠിപ്പിച്ചോട്. ഒരേ ഒരാളെ എന്റെ ജമാഅത്തിൽ താഴെ ഇരുന്ന് നിസ്കരിക്കുന്നത്, ഒരേ ഒരാള്. ബാക്കി എല്ലാരും കസേരല്ല. 125 കസേര എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. നോക്കുമ്പോൾ ചെറുപ്പക്കാർ പോലും കസേരല്ല നിസ്കരിക്കാം. ഒരു പ്രാവശ്യം കസേരയിൽ ഇരുന്നാൽ മതി, പിന്നെ നമ്മളത് വിടൂല. അത്രയ്ക്ക് ടേസ്റ്റാണ്. കറാമത്ത് അത്രയ്ക്ക് ടേസ്റ്റാണ്. കുറച്ച് നീക്കി വെക്കാം. അപ്പം ഞാൻ സൗകര്യത്തിൽ എടുത്തോളൂ. നമ്മുടെ ആയതുകൊണ്ട് എനിക്ക് ചൂടുള്ള മനസ്സിലായ? അതുകൊണ്ട് അല്ലാഹു തആല കസേരയ്ക്ക് ആഫിയത്ത് കൊടുത്തിരിക്കുക. നിസ്കരിച്ചു. കസേരകളെങ്കിലും നിസ്കരിക്കട്ടെ. പള്ളിയിൽ ഫുള്ള് കസേര. അല്ലാഹ് നാളത്തേക്ക് വേണ്ടി നിങ്ങളൊന്ന് ഒരുങ്ങ്. നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ? നമ്മൾ ഈ ദുനിയാവിലത്തെ ജീവിതമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ആഖിറത്തിലെ ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. إنما أعطاكم الله الدنيا لتطلبوا بها الآخرة ولم يعطكموها لتركنوا إليها إن الدنيا تفني والآخرة تبقى. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കാണ്, ഇന്നമാ അഅതാകുമുല്ലാഹു അദ്ദുനിയ ലിതത്ലുബൂ ബിഹൽ ആഖിറ. അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവ് നൽകിയത്, ഈ ഭൗതികമായ ലോകം നൽകിയത് ആഖിറത്തിനെ തേടുന്നതിന് വേണ്ടിയാണ് കേട്ടോ. എന്തിനാ ദുബായിക്ക് പോണേ? കേരളത്തിൽ ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ. എന്തിനാ ഒമാനിൽ പോണേ? കേരളത്തിൽ നല്ല സമ്പന്നതയോട് ജീവിക്കാൻ. എന്തിനാ ഖത്തറിൽ പോണത്? കേരളത്തിൽ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ നല്ല പുരയും വെച്ച്, നല്ല വീടും വെച്ച്, നല്ല റാഹത്തായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അൽഹംദുലില്ലാഹ്. ഇതിനാണ് ഗൾഫിലേക്ക് പോകുന്നത്. അതേപോലെ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നമാ അഅതാകുമുല്ലാഹു ദുനിയാ, ദുനിയാവ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയത് എന്തിനാണ്? ലിതത്ലുബൂ ബിഹൽ ആഖിറ, പരലോകത്തെ തേടാനാണ് അല്ലാഹു തന്നത്. പരലോകം, ആഖിറം. ആഖിറത്തെ വിശ്വാസമുള്ളവർക്ക് അവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ആഖിറത്തെ തേടാനാണ് ദുനിയാവ് തന്നത്. അതുകൊണ്ടാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അതല്ല പറഞ്ഞത് ഏറ്റവും അഫ്ളലു ദുആയാണ്, ഏറ്റവും വലിയ ദുആയാണ്. റബ്ബനാ
ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നന്മതാ പടച്ചവനെ. ആരോഗ്യത്തിലൂടെയും ആരാധനകളിലൂടെയും ഇബാദത്തുകളിലൂടെയും സന്താനങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും ഞങ്ങൾക്ക് നീ ആരോഗ്യം താ അല്ലാ, അഭിവൃദ്ധി താ പടച്ചവനെ, അനുഗ്രഹം താ പടച്ചവനെ. അതേപോലെ വഫിൽ ആഖിറതി ഹസന, അല്ലാഹുവേ ആഖിറത്തിലും പരലോകത്തും ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ ചെയ്തതിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ എല്ലാ നന്മകളെയും കൊണ്ട് ഞങ്ങളെ നീ അവിടെയും സന്തോഷിപ്പിക്കണേ അല്ലാഹ്. വഖിനാ അദാബന്നാർ, നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്യണമേ അല്ലാഹ്. അഫ്ളലു ദുആ, ദുആകളിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദുആ ഈ ദുആയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവെന്താ ആഖിറെന്താ അതാ വേണ്ടത്. ദുനിയാവും വേണം, ദുനിയാവ് വേണം, ദുനിയാവില് ഫുലൂസ് വേണം, വീട് വേണം, വണ്ടി വേണം, സൗകര്യം വേണം. അല്ല ദുനിയാവൊന്നും ഇല്ലാതെ ഞങ്ങൾ പള്ളിയിൽ കയറി കുത്തിയിരിക്കാനൊന്നും പറയുന്നില്ല. ദുനിയാവ് വേണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാള് പള്ളിക്ക് വന്നിരുന്ന് ഇങ്ങനെ ദിക്റ് ദുആ, ഒരേ ദിക്റ് ദുആ, ദുആ ദിക്റ് ദുആ, പള്ളിക്ക് അയാള് പോകുന്നില്ല. എന്താ പോവാത്തെ? കച്ചവടം ചെയ്യാൻ പോകുന്നില്ലേ? അല്ലാഹ് എനിക്ക് റിസ്ക് തരും, അല്ല റിസ്ക് തരും. അല്ല റിസ്ക് തരൂല. അല്ല റിസ്ക് തരണമെങ്കിൽ നീ മാർക്കറ്റിൽ പോണം. പള്ളിക്കൽ ഇരുന്നാലും നല്ല റിസ്ക് തരൂല. നീ പള്ളിയിൽ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ ദിക്റില്ല ദിക്റില്ല. ഇന്ന സമാ ലം തുംതിറു ദഹബൻ വലാ ഫില്ലാ. ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, എഴുന്നേറ്റ് പോടോ, പോയി കഷ്ടപ്പെട്ട് സമ്പാദിക്ക്. ആകാശം നിനക്ക് സ്വർണത്തിന്റെയും വെള്ളിയുടെയും മഴ പെയ്ച്ച് തരൂല കേട്ടോ. എഴുന്നേറ്റ് പോ. ഓടിച്ചു വിട്ടു. നമ്മൾ പള്ളിക്ക് നിസ്കരിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ട് നമുക്ക് സ്വർണവും മഴയും വെള്ളിയൊന്നും അല്ലാഹു തരൂല. നമ്മൾ നമസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അതൈതനാ, നീ തന്നതിൽ ബർക്കത്ത് താ പടച്ചവൻ. അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത വആഫിനാ ഫീമൻ ആഫീത വതവല്ലനാ ഫീമൻ തവല്ലൈത വബാരിക് ലനാ ഫീമാ അതൈത, നീ തന്നതിൽ ബർക്കത്ത് താ പടച്ചവനെ. എന്നിട്ട് നീ ഇറങ്ങി പോണം പള്ളിയിൽ. പുറത്തു പോയിട്ട് കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്യും. അതിൽ അല്ലാഹു ബർക്കത്ത് അവിടെ കൊണ്ടുതരും. അതാണ് ബർക്കത്ത്. അവിടെയാണല്ലോ പറയുന്നത്. അല്ല പള്ളിയിൽ തന്നെ കുത്തിയിരുന്നാലൊന്നും അങ്ങനെ കിട്ടൂല. അങ്ങനെ നിനക്ക് പള്ളിയിൽ തന്നെ ഇരിക്കണമെങ്കിൽ അതെത്ര വലിയ സാഹിദീങ്ങളായ മഹാന്മാരാണ്. അവർക്ക് പിന്നെ ദുനിയാവിനോടൊരു ചിന്തയില്ലാത്തവരാണ്. അതൊക്കെയാണ് വലിയ ഔലിയാക്കൾ, സാഹിദീങ്ങളായവർ, വലിയ മഹാന്മാര്, ആരിഫ്യങ്ങളായവർ. അവര് ദുനിയാവിന്റെ പിന്നാലെ പോകാതിരിക്കുമ്പോ ദുനിയാവ് അവരുടെ പിന്നാലെ പോകും. അവര് ദുനിയാവിന്റെ പിന്നാലെ പോകില്ല, അപ്പൊ ദുനിയാവ് അവന്റെ പിന്നാലെ. കാരണം ഔലിയാക്കളെ കാണാൻ എത്ര പേരെ തിരക്ക്, ഒന്ന് കൈ കൊടുക്കാനും സാമ്പത്തിയാൽ എത്ര പൈസ വേണേലും കൊടുക്കാൻ തയ്യാറാണ്. എന്നാൽ ഇവരിതെല്ലാം ഒഴിവാക്കിയിട്ടാണ് കാട്ടിലൊക്കെ പോയിരിക്കുന്നത്. ഈ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് കാട്ടിലൊക്കെ, കാടുകളിലൊക്കെ പോയാൽ നമ്മൾ ഖബറുകൾ കാണാമല്ലോ. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഖബറുകൾ കാണാം. കൃഷ്ണഗിരിയിൽ പോയാൽ കാണാം. കൃഷ്ണഗിരി ഭയങ്കര കാട്ടിന്റെ മുകളിൽ. അതേപോലെ കർണാടകത്തിൽ പോയാൽ ഓരോ സ്ഥലത്തും അവർക്ക് സ്വസ്ഥത തേടി ജനങ്ങളിൽ നിന്നും ദുനിയാവിന്റെ അനുഭൂതികളിൽ നിന്നും രസത്തിൽ നിന്നും ഒഴിവായി അള്ളാഹുവിനെ നേരിട്ട് ഖാലിദിനോടുകൂടി പടച്ചവനുമായിട്ടുള്ള കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി റാഹത്തായി ഇബാദത്ത് ചെയ്യാൻ പോയിരിക്കുന്നവരാണ്. അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കും. ദുനിയാവ് അവരുടെ പിന്നാലെ പോവാണ്. അങ്ങോട്ട് ആളുകൾ ഇടിച്ചു കയറുകയാണ്. കാരണം എന്താ? അള്ളാഹുവിന് വേണ്ടി പോയവരാണ്, ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടവരാണ്. അപ്പൊ ദുനിയാവ് അവരുടെ പിന്നാലെ അള്ളാഹു കൊണ്ട് കൊടുക്കും. അവരുടെ ചെരുപ്പിന്റെ അടിയിൽ വെച്ച് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെരുപ്പിന്റെ അടിയിൽ വെച്ചു. ഈ പൈസ ഉസ്താദ് ഒന്ന് വാങ്ങണം, വാങ്ങൂല, മഹാന്മാര് വാങ്ങൂല. അപ്പൊ എന്താക്കുന്നറിയോ? ഈ മഹാന്റെ ചെരുപ്പിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. മഹാന്റെ ചെരുപ്പിൽ അദ്ദേഹം ഇടുന്ന ഷൂവിൽ കൊണ്ട് ഇദ്ദേഹം കുറച്ച് പൈസ വെച്ചു. എന്തിനെന്നറിയോ? ഈ ഷൂ എന്തായാലും ഉസ്താദ് എടുക്കുമല്ലോ, ആ സമയത്ത് എന്റെ പൈസ കൂടെ എടുക്കട്ടെ, അതിന് വേണ്ടിട്ട്. അപ്പൊ ആ ഹദീസ് ആ മഹാനവർ ഓർത്തു, നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ പോകാതിരുന്നാല് ചെരുപ്പിന്റെ അടിയിൽ അല്ലാഹു തആല പണം കൊണ്ട് തരുമല്ലോ എന്നാ മഹാൻ അപ്പോൾ ആ സമയത്ത് ചിന്തിച്ചു, ആലോചിച്ചു. നമുക്കിന്ന് ദുനിയാവാണ് രസം, അതാണ് വലുത്. നമുക്ക് വലിയ വീട്, ബംഗ്ലാ, വലിയ വണ്ടി, വലിയ പാട്ട്, വലിയ ആവേശം, വലിയ സന്തോഷം, ഭയങ്കരമായ രസാനുഭൂതി, ഇതാണ് ദുനിയാവ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ മഹാന്മാരും സ്വാലിഹീങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടത് ആഖിറമാണ്. കാരണം അടിച്ചു പൊളിക്കാൻ ആഖിറമാണ് അവർ തിരഞ്ഞെടുത്തത്. നമ്മൾ അടിച്ചു പൊളിക്കാൻ ദുനിയാവാണ് തിരഞ്ഞെടുത്തത്. ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹ് ദുനിയാവ് കൊടുക്കും, ആഖിറത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹ് ആഖിറത്തിനെ കൊടുക്കും. ومن الناس من يقول
റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ആരെങ്കിലും ദുനിയാവിന് വേണ്ടി ചോദിച്ചാൽ അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് തരണേ, ദുനിയാവിൽ ഞങ്ങൾക്ക് പ്രസരിപ്പ് നൽകണേ, ദുനിയാവിൽ ഞങ്ങൾക്ക് സമ്പത്ത് നൽകണേ, ദുനിയാവിൽ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ, ദുനിയാവിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ചോദിച്ചാൽ അല്ലാഹു ദുനിയാവിൽ അവർക്ക് കൊടുക്കും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ആഖിറത്തിൽ അവർക്ക് ഒരു നന്മയും കിട്ടൂല. ദുനിയാവിന് വേണ്ടി ചോദിച്ചാൽ ദുനിയാവ് തരും, ഉറപ്പാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഫമൻ കാനത് ഹിജ്റതുഹു ഇല ദുനിയാ യുസീബുഹാ ഫമൻ കാനത് ഹിജ്റതുഹു ഇല ഇംറാഅത്തിൻ യതസവ്വജുഹാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ഒരാളുടെ പരിശ്രമം ഒരു പെണ്ണിനെ ലൈനടിക്കലാണ്, അവളെ കല്യാണം കഴിക്കലാണ്. അതാണ് ആ ചെറുപ്പക്കാരന്റെ ലക്ഷ്യമെങ്കിൽ അതിനുവേണ്ടി അവൻ ഇറങ്ങി പുറപ്പെട്ടാൽ ആ പെണ്ണിനെ അവൻ കരസ്ഥമാക്കിയിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രാവിലെ സ്കൂളിൽ പോകുമ്പോ ആ പെണ്ണ് ബസ് കയറുന്ന നിൽക്കുന്ന സ്ഥലത്ത് അവിടെ പോയി നിൽക്കും. ഇറങ്ങുന്ന സമയത്ത് നിൽക്കും, ഒന്ന് ചിരിച്ചു നോക്കും, രണ്ടാഴ്ച ചിരിച്ചു നോക്കും, പിന്നെ ഒന്ന് ഫോട്ടോ ആക്കി നോക്കും, പിന്നെ ഒന്ന് പിടി നോക്കും, പിന്നെ ഒന്ന് തട്ടി നോക്കും, പിന്നെ ഒന്ന് അങ്ങനെ ആക്കി നോക്കും. ആദ്യമൊക്കെ എതിർക്കും, ഇങ്ങനൊക്കെ എതിർക്കും, പിന്നെ സ്ഥിരമായിട്ട് പോകുമ്പോൾ ജസ്റ്റ് അവളൊന്ന് ചിരിക്കും. ആ ചിരി കാണുമ്പോൾ ഇവന് ജീവിതത്തിൽ പിന്നെ ഉറക്കം വരില്ല. ഇവന്റെ ഹിജ്റ കബൂലായി. എത്ര ദിവസം കൊണ്ട് ഹിജ്റ ചെയ്യാണ് ഈ പെണ്ണിന് വേണ്ടിട്ട്. നബിതങ്ങൾ പറഞ്ഞ വാക്ക ഹദീസ്, ഫമൻ കാനത് ഹിജ്റതുഹു ഇല ഇംറഅത്തിൻ. ഉപ്പളയിലെ ഒരു പെണ്ണിനെ ലൈൻ അടിക്കണമെന്നാണ് ഒരുത്തന്റെ നിയ്യത്തെങ്കിൽ, അതിനു വേണ്ടിയാണ് അവൻ പരിശ്രമിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പറയണം, എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് കരുതണ്ട. ലക്ഷ്യം അതാണെങ്കിൽ, അതാണ് ലക്ഷ്യമെങ്കിൽ കറക്റ്റ് കിട്ടിയിരിക്കും, കറക്റ്റ് കിട്ടിയിരിക്കും. നബിതങ്ങൾ പറഞ്ഞാണ്, മദീനയിൽ വെച്ച്, മക്കയിൽ വെച്ചിട്ട് മദീനയിലേക്ക് പോകുമ്പോ രണ്ട് ലവർ, അവിടെ ലവ് ബേർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു ഓനോടുത്ത്, മദീനയിലേക്ക് നബിതങ്ങൾ പോകുന്നുണ്ട്, നീയും കൂടെ ഹിജ്റ ചെയ്ത് വന്നാല് നമുക്ക് അടക്കി പോയി പ്രേമിക്കാം. ഇത് നബിതങ്ങൾ അറിഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്, പെണ്ണിന് വേണ്ടി ആരെങ്കിലും ഹിജ്റ ചെയ്താൽ പെണ്ണിനെ കിട്ടുള്ളൂ, അള്ളാഹയും കിട്ടൂല, റസൂലിനെയും കിട്ടൂല. അള്ളാഹയും റസൂലിനെയും കിട്ടൂല, പെണ്ണിനെ കിട്ടും, പെണ്ണിനെ കിട്ടും. ദുനിയാവിന് വേണ്ടി ആര് യാത്ര ചെയ്താലും ദുനിയാവ് കിട്ടും. ഗൾഫിലേക്ക് പോണ എന്തിനാ? ഗൾഫിലേക്ക് പോണത് എന്തിനാ? ഫുലൂസിന് വേണ്ടിയാണ് പോണത്. അപ്പൊ ആ ലക്ഷ്യത്തോടു കൂടി നമ്മൾ ദുബായിലേക്ക് പോകുന്നുണ്ട്, നമുക്ക് ലക്ഷ്യം പൂർത്തിയാവുന്നു, പണം കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ പണം കിട്ടുന്നുണ്ട്. വമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. എനിക്കെന്റെ അല്ലാഹയെ കാണണം, എനിക്കെന്റെ റസൂലിനെ കാണണം, എനിക്കെന്റെ റബ്ബിനെ കിട്ടണമെന്ന ലക്ഷ്യത്തോടു കൂടി ആര് യാത്ര ചെയ്താൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവർക്ക് അല്ലാഹുവിനെ റസൂലിനെ ലഭിക്കുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. കിട്ടും, അല്ലാഹയെ ലക്ഷ്യം വെച്ച് പോയി നോക്ക്. അങ്ങനെ പോയവരാണ് ഔലിയാക്കള്. അങ്ങനെ അവർക്ക് അല്ലാഹയെ കിട്ടി. കാട്ടിൽ പോയാലും മേട്ടിൽ പോയാലും കുണ്ടിൽ പോയാലും കുഴിയിൽ പോയാലും എവിടെ പോയാലും അവർക്ക് അല്ലാഹയെ കിട്ടി. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ, അല്ലാഹു ഹാളിരി അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. Allah kullum billah kullun lillah la ilaha illallah muhammadur rasulullah. എങ്ങോട്ട് നോക്കിയാലും അല്ലാഹ്. അതുകൊണ്ടാണ് അല്ലാഹ് അല്ലാഹ് എന്ന ചിന്തയോടുകൂടി ഔലിയാക്കൾ ജീവിക്കുമ്പോ അവരോട് നമ്മൾ പോയിട്ട് ഒന്ന് ദുആ അരക്കണേ, എന്റെ കുഞ്ഞിന് സുഖമില്ലെന്ന് ദുആ അരക്കണേ. അവരുടെ കൈ അല്ലാഹുവായി മാറും, അവരുടെ കണ്ണല്ലാഹുവായി മാറും, അവരുടെ കാതല്ലാഹുവായി മാറും എന്ന് പറഞ്ഞാല് അവരൊന്ന് കൈവച്ചാല് അവന്റെ രോഗം ശിഫയായി. അവരൊന്ന് കൈവച്ചാല്, അവരൊന്ന് മുട്ടിന് തടവിയാൽ ഇച്ചാന്റെ മുട്ടുവനെ പോയി കിട്ടി, മുട്ടുവനെ പോയി, കയ്യിൽ അല്ലാഹു കറാമത്ത് എടുത്തിരിക്കാണ്, നല്ല ബർക്കത്തായി. അവർക്ക് നമ്മുടെ ലക്ഷ്യമല്ല, നമ്മുടെ ഫുലൂസൊന്നും അവരുടെ ലക്ഷ്യമല്ല. അവർക്ക് അല്ലാഹ്, അവരുടെ ചിന്ത മൊത്തം അല്ലാഹ് എന്നാണ്, അവരുടെ ചിന്ത മൊത്തം അല്ലാഹ് എന്നാണ്. അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല,
അവർ ദുആ ചെയ്യുന്ന അപ്പോഴെ ഖബൂലിയത്താണ്. അവരുടെ ചിന്ത മൊത്തം അല്ലാഹ്. നമ്മുടെ ചിന്ത എന്താ? നമ്മുടെ ചിന്ത ഓൾ എത്ര മണിക്കാണ് സ്കൂളിൽ പോകരുത് എന്നുള്ളത് നമ്മുടെ ചിന്ത. ഓൾ എത്ര മണിക്കാണ് ബസ് സ്റ്റോപ്പിൽ വരാന്നുള്ളതാണ് ചിന്ത. ഓളെന്താ മെസ്സേജ് അയക്കാത്ത? ഞാൻ കുറെ നോക്കി, ഓള് മെസ്സേജ് വിടുന്നേ ഇല്ലല്ലോ. എന്നിട്ട് നമ്മളൊന്ന് മിസ് കാൾ അടിച്ചു നോക്കുന്നു, ഓളെന്താ മെസ്സേജ് ആക്കാത്ത? നീ എന്ത് മെസ്സേജ് സെൻഡ് ആക്കാത്ത? നീ എന്താ ഇന്നെന്താ പുറക്കാർ അറിഞ്ഞിനാ, ഇപ്പ അറിഞ്ഞിനാ? നീ എന്ത് ഇങ്ങനെ ടെൻഷൻ? നമുക്ക് ടെൻഷനാണ്. എന്നിട്ട് നമ്മൾ ഔലിയാക്കളെ പിടിക്കാൻ പോയി നടക്കൂ? ഔലിയാക്കളെ പിടിക്കാൻ പോയി നടക്കൂല. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? അള്ളാഹെ പിടിച്ചോ. അള്ളാഹ് എല്ലാരെയും തരും നമുക്ക്. അള്ളാഹുവിനെ പിടിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കൊക്കെ കിട്ടട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മളൊക്കെ ഈ പ്രസംഗിക്കുന്നല്ല, നമുക്കും കിട്ടിയിട്ടില്ല. നമ്മളൊക്കെ ഈ പറയുന്ന ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ ഓടുകയല്ലേ. ദുനിയാവിന്റെ പിന്നാലെ നമ്മളിങ്ങനെ ഓടുകയല്ലേ. അവർക്ക് ഇതൊന്നും ഒരു വിക്രയല്ല. അവർക്ക് അല്ലാഹ് എന്നുള്ളൊരു ചിന്ത. അങ്ങനെയാണ് ഔലിയാക്കളായി അവർ മാറി. അവരൊക്കെ കൊണ്ടുപോയി നാളത്തേക്ക് വേണ്ടി അവരൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞു. ഞാൻ എന്ത് സമ്പാദിച്ചു നാളത്തേക്ക് വേണ്ടി? ബാങ്ക് അക്കൗണ്ടിലുണ്ട് നാളത്തേക്ക് വേണ്ടി. പക്ഷെ ബാങ്ക് അക്കൗണ്ട് അല്ലാഹ്ക്ക് വേണ്ട. ബാങ്ക് അക്കൗണ്ട് അല്ലാഹ്ക്ക് വേണ്ട. ഖബറിലേക്കുള്ള അക്കൗണ്ടിൽ വല്ലതും ഉണ്ടോ? ബാങ്ക് ഓഫ് ബർസഖ്, ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറഞ്ഞ പോലെ ബാങ്ക് ഓഫ് ബർസഖ് വല്ല ഉണ്ടോ? ബാങ്ക് ഓഫ് ബർസഖിലേക്ക് വല്ല സേവിംഗ് ഉണ്ടോ? ATM മണ്ണുകൊണ്ട് ഇടുന്നില്ല, ATM ഇട്ട് കൊടുക്കുന്നത് വല്ല ഉണ്ടാ? സേവ് ചെയ്ത് വെച്ചാലുണ്ടാ? വല്ലതും സേവ് ചെയ്ത് വെക്കി അതിനുള്ള ഗുണമുണ്ടാവും. സേവ് ചെയ്താൽ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എടുക്കാം. ഗൾഫിൽ നിന്ന് നമ്മൾ പണിയെടുക്കുന്നത് പൈസ സേവ് ചെയ്ത് എന്താണെന്നറിയോ? ഇവിടെ വന്നിട്ട് നമുക്ക് പൈസ കുത്തി എടുത്ത് തിന്നാനാണ്. അതേപോലെ നമ്മൾ റാഹത്തായിട്ട് ഇവിടെ ദുനിയാവിൽ വെച്ച് ഇബാദത്ത് ചെയ്ത് അമൽ ചെയ്താൽ ഖബറിൽ പോയിട്ട് നമുക്ക് കുത്തി തിന്നാം. നല്ല റാഹത്തായിട്ട് തിന്നാം, സുഖമായിട്ട് ഇവിടെ കിടക്കാം. ആരും ഇല്ലെങ്കിലും നമുക്ക് അവിടെ സന്തോഷം കിട്ടും. ആരും മരണമൊന്നുമില്ല, അവിടെ നമുക്ക് അള്ളാന്റെ സഹായം ഉണ്ടാവും. എന്തിനാ? നമ്മൾ ഇവിടെ ദുനിയാവിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹുവിനെ മറന്നു പോകുന്ന മനുഷ്യനായി മാറല്ലേ. അല്ലാഹുവിനെ വിസ്മരിച്ചു പോകുന്ന മനസ്സായി പോകല്ലേ. അല്ലാഹുവാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങൾ മുഴുവനും ചെയ്തു തന്നത്, ഈ നിഅമത്ത് മുഴുവനും ചെയ്തു തന്നത് അല്ലാഹുവാണ്. നമ്മുടെ ശരീരത്തെ ഒന്ന് നോക്കിയാൽ മതി. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ശരീരത്തിന്റെ അനുഗ്രഹങ്ങൾ മാത്രം നീ ഒന്ന് ചിന്തിച്ചാൽ, അല്ലാഹുവേ മരണം വരെ സുജൂദിൽ കിടന്നാലും നിനക്ക് മതിയാവൂല പടച്ച റബ്ബേ. ഖത്തറിൽ ഒരു കുട്ടി ICUവിലാണ്. ഖത്തറിൽ ഒരു കുഞ്ഞുമോൻ ICUവിലാണ്. 4 മാസം പ്രായമേ ഉള്ളൂ. 42 കോടി രൂപയുടെ ഇഞ്ചക്ഷന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തു കിടക്കുകയാ. 4 മാസം പ്രായമായ കുഞ്ഞു പൈതല് 42 കോടിയുടെ ഇഞ്ചക്ഷന് വേണ്ടി കാത്തു കിടക്കുകയാണ്. അതുമുള്ള അത്രയ്ക്കും അപൂർവമായ രോഗമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലെ 2 വയസ്സായ ഒരു കുഞ്ഞിന് 18 കോടിയുടെ ഇഞ്ചക്ഷന് വേണ്ടി നമ്മൾ പണം കൊടുത്തവരല്ലേ, പണം പിരിച്ചവരല്ലേ. 18 കോടി രൂപയാണ് ഒരു ഇഞ്ചക്ഷന്റെ വിലയെങ്കിൽ അല്ലാഹ് ഈ ശരീരത്തിന് നീ ചെയ്ത അനുഗ്രഹം എത്രയോ വലുതാണ് അല്ലാഹ്. നമ്മുടെ കിഡ്നിക്കല്ല ചെയ്ത അനുഗ്രഹം എത്രയോ വലുതാണ്. ആയിരക്കണക്കിന് ലിറ്ററുകളല്ലേ നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്ന. ആയിരക്കണക്കായ രക്തത്തെ അല്ലേ ശുദ്ധി കലശം നടത്തി അല്ലാഹുവേ മാലിന്യമായി പുറത്തേക്ക് തള്ളുന്നത്. അതാ കിഡ്നിയുടെ പ്രവർത്തനം കൊണ്ടാണ്. ആ പ്രവർത്തനം എങ്ങാനും നിലച്ചു പോയാൽ 1 മണിക്കൂർ നിന്റെ കിഡ്നിയെ യന്ത്രത്തിലൂടെ പ്രവർത്തിപ്പിക്കാൻ ആയിരക്കണക്കായ രൂപയാണ്. സുബ്ഹാനല്ലാഹ്, നീ തന്റെ ശരീരത്തിൽ ചെയ്ത എത്രയോ വലിയ അനുഗ്രഹമാണ്. ഈ അടുത്ത ദിവസം എന്റെ മഹല്ലിലുള്ള ഒരു കുഞ്ഞുമോന് 10 വയസ്സുള്ള പൊന്നുമോനാണ്. 50-60 ലക്ഷത്തോളം രൂപ ചെലവ് വന്ന ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. മജ്ജയിൽ ക്യാൻസർ ആണ്. ആ മജ്ജ മാറ്റി വെക്കാനുള്ള ശസ്ത്രക്രിയയാണ്. സാധുക്കളായ നല്ലവരായ മനുഷ്യ സ്നേഹികൾ എല്ലാവരും ഒരു കൂട്ടായ്മയായി പരിശ്രമിച്ചിട്ട്
60 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്ത് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പോയി ഓപ്പറേഷൻ ചെയ്തു. അള്ളാഹുവിന്റെ തീരുമാനമാണ്, 1 മാസം പോലും ജീവനോടെ ഇരുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 3 ആഴ്ച പിന്നിട്ടപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 10 വയസ്സ് പോലും ആകാത്ത പൊന്നുമോന. ബക്കറ്റ് 11 മണിക്ക് നിർത്തണം ഇൻഷാ അല്ലാഹ്. അതിന് മുമ്പ് എല്ലാവരും സഹായം ചെയ്യണം. ബക്കറ്റൊക്കെ എടുത്ത് കൊടുത്തോ? നാളത്തേക്ക് വേണ്ടി ബക്കറ്റിലെങ്കിലും സാധക പടച്ചവനെ റബ്ബേ എന്നെ സഹായിക്കണേ, നീയുമായിട്ട് ബന്ധപ്പെടാൻ ഭാഗ്യം തന്നെ ദുആ ചെയ്തോളി. അല്ലാഹ് വിളിച്ചോളി. എപ്പോഴും അല്ലാഹ്, ഏത് സമയത്തും അല്ലാഹ് നമ്മൾ മുറുകെ പിടിച്ച അല്ലാഹ് നമ്മളെ പിടിച്ചോളും, വിടൂല. ഔലിയാക്കളാവാൻ ഭാഗ്യം കിട്ടും, ഔലിയാവാം ഇൻഷാ അല്ലാഹ്. ഔലിയാക്കൾ നമുക്ക് ആവണം, ഔലിയായിട്ട് മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. നമ്മുടെ ആഗ്രഹം എന്തേ പോയി പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ത്രീകളുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയാ, പുരുഷന്മാരുടെ ഭാഗത്തില്ലേ? മുസാവാത്തൊന്നും ആരും ചെയ്യൂലപ്പാ, നിങ്ങളങ്ങോട്ട് കൊടുത്തിട്ട മുസാവാത്ത് ആരും ചെയ്യാൻ പോകുന്നു. മുസാവാത്ത് വരുമ്പോ എഴുന്നേറ്റ് ഓടും. ഉള്ള പൈസ പോയി വാങ്ങിച്ചോളി, ബക്കറ്റിലിട്ടിട്ട്. മുസാവ ഒന്നും ഇവിടെ വേണ്ട. അണീറോസാ വന്നിരുന്നെങ്കിൽ മുസാവാത്ത് എല്ലാവരും അവിടെ ഉസ്താദന്മാരത് മുസാവാത്തിരുന്നില്ല. അതൊക്കെ പണ്ടത്തെ കുറെ ആളുകളുണ്ട്, അവർക്കൊക്കെയാണ് ഉസ്താദന്മാരോട് മഹബത്ത്, അവരെ കൈക്ക് പിടിക്കാൻ മുസാവാത്തിയ. ഇപ്പോൾ ഉള്ള പുതിയ തലമുറയ്ക്ക് അങ്ങനെ ആവശ്യമില്ല. ഇപ്പൊ ഇനി മുസാവാത്തിയ തന്നെ ഷെയ്ക്ക് ഹാൻഡ്. എന്റെ പേരതാണ് ഷെയ്ക്ക് ഹാൻഡ്, ഷെയ്ക്ക് ചെയ്യുക, അതാണ് എന്റെ ഷെയ്ഖ് ഹാൻഡ് ഒക്കെ പോയി. പണ്ട് ഷെയ്ഖ് ഹാൻഡ്, ഷെയ്ഖന്മാരുടെ ഹാൻഡ് പിടിക്കുമായിരുന്നു പണ്ട്. ഇപ്പൊ ഷെയ്ഖ് ഹാൻഡ് പോയിട്ട് ഷെയ്ഖ് എല്ലാം ഇപ്പൊ ഇതിലോട്ട് മാറായി, ജ്യൂസിലേക്ക് മാറി. ഷേഖ് ജ്യൂസ് അതിലേക്ക് പോയി, മുസാവാത്തെല്ലാം പോയി. അതൊക്കെ പോയി കഴിഞ്ഞു, ആ കാലമൊക്കെ പോയി. ആലിമ്യങ്ങളോടും മഹാന്മാരോടും ഒക്കെ ഉള്ള മഹബത്തും സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവരെ അവഗണിച്ചാൽ നമുക്ക് നാശാണ്, അതിന്റെ അടയാളമാണ്. ആലിമ്യങ്ങളെ, മഹാന്മാരെ, സ്വാലിഹീങ്ങളെ ഒക്കെ നമ്മൾ അവഗണിച്ചാൽ നമുക്ക് നാശത്തിന്റെ അടയാളമായിട്ട് കരുതിക്കോളി. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നേരത്തെ ഞാൻ തുടങ്ങിയ സംഭവം അത് തന്നെയാണ്. മഹാന്മാരായ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബാക്കളൊക്കെ പരസ്പരം ആലിമ്യങ്ങളെ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. അവരിൽ അറിവുള്ളവരെ ബഹുമാനിച്ചിരുന്നു. നമുക്ക് ആ ഒരു ആദരവ് നഷ്ടപ്പെട്ടു പോയി. പണ്ടൊക്കെ പെണ്ണുങ്ങന്മാരെ, ഉസ്താദന്മാരെയൊക്കെ കണ്ട ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലായാലും ബസ്സിലായാലും, ബസ്സിലൊക്കെ ഒരു ഉസ്താദ് നിൽക്കുന്നത് കണ്ടാൽ നമ്മുടെ ചെറുപ്പക്കാരെ കുട്ടികളൊക്കെ എഴുന്നേറ്റ് മാറി കൊടുത്ത് ഉസ്താദിനെ പിടിച്ചെടുത്ത് ഇപ്പൊ മുണ്ടൂലപ്പ. അവൻ ഇങ്ങനെ അറിയാത്ത മട്ടിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. മുസ്ലിമാന്നവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഉസ്താദ് വന്ന് നിന്നാ പോലും ഒന്നും മാറിക്കൊടുക്കൂല. റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോൾ ഉസ്താദിന്റെ വേഷം കണ്ടാൽ തന്നെ പെണ്ണുങ്ങന്മാർക്കൊന്നും ഇപ്പൊ ഒരു അദബോ മര്യാദ അങ്ങനെയൊന്നുമില്ല. പണ്ട് അങ്ങനെയായിരുന്നു. പണ്ട് ഉസ്താദിനെ കണ്ടാൽ തന്നെ പെട്ടെന്ന്, പണ്ട് വലിയ ട്രക്ക് ഓടിച്ചിട്ട് വരുന്ന പഞ്ചാബിൽ നിന്ന് പറഞ്ഞ സിഖുകാരുണ്ടല്ലോ, വലിയ താടി, വലിയ തലകൾ, അല്ലാഹ് നമ്മുടെ ഉസ്താദ് ശേഖന വരുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് സിഖുകാരെ, പഞ്ചാബി, നൂർ വാലാ ആയാ ഹൈ, നൂർ ലേക്കർ ആയാ ഹൈ, ഭയങ്കര അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം ദാടിയും തലപ്പാവിനെയും ബഹുമാനിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇപ്പൊ ഈ ദാടിയും തലപ്പാവും കാണുമ്പോ അവർക്ക് ദേഷ്യമാണ്. അതുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഈ തൊപ്പിയൊക്കെ എടുത്തിട്ട് സാദാ സീതയല്ല യാത്ര ചെയ്യാറുള്ളത്. എന്തിനാ വെറുതെ ഇടങ്ങാറാക്കാൻ പോണ അവരെ? വെറുതെ ഇടങ്ങാർ. നമ്മുടെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, ഒരു കാലം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാകും. അന്ന് ഉലമാക്കളെ ബഹുമാനിക്കപ്പെടാത്ത കാലമായിരിക്കും. ആലിമ്യങ്ങൾ പറയുന്നത് സ്വീകരിക്കപ്പെടാത്ത കാലമായിരിക്കും. ആലിമ്യങ്ങൾ പറയുന്നതിന് ഒരു വിലയുണ്ടാവൂല. അങ്ങനെ ഒരു കാലം വരൂന്ന്. അല്ലാഹുവേ പടച്ചവനെ, ആലിമിനെ പട്ടിയെ അടിച്ചു കൊല്ലുന്നത് പോലെ ഒരു ആലിമിനെ അജ്മറിൽ അടിച്ചു കൊന്ന കണ്ടില്ലേ? നബി തങ്ങൾ പറഞ്ഞതൊക്കെ വെറുതെ അല്ല മക്കളെ.
വെറുതെ അല്ല. കമാ തുഖ്തലുൽ കിലാബ്, പട്ടികളെ അടിച്ചു കൊല്ലപ്പെടുന്നത് പോലെ ആലിമീങ്ങളെ അടിച്ചു കൊല്ലുന്ന ഒരു കാലം വരാതെ ലാ തഖൂമുസ് സാഅ, ലോകം അസ്തമിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കണേ പടച്ചവനെ, കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ആലിമീങ്ങളെയൊക്കെ അവഹേളിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആലിമീങ്ങളുടെ മേൽ പോക്സോ ചുമത്തപ്പെടുന്ന കാലഘട്ടം. എന്തിന്റെ പേരില്ല? ഒരു കുട്ടിയെ ഒന്ന് അടിച്ചു, മദ്രസയിലൊന്ന് കുട്ടിയെ ഒന്ന് അടിച്ചു, അപ്പൊ ഉപ്പ വേറെ രീതിയിൽ അതങ്ങ് മാറ്റും, ഉമ്മ വേറെ രീതിയിൽ അത് മാറ്റും. ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ടൊന്ന് അടിച്ചതാണ്. എന്താടാ നീ ഇന്നലെ പഠിക്കാത്തത്? എന്തുകൊണ്ട് നീ പഠിച്ചില്ല? 10 വയസ്സായ ഒരു കുട്ടിയെ ഒന്ന് അടിച്ചുപോയി, ഇൽമു പഠിക്കാൻ വേണ്ടി അടിച്ചതാണ്. എന്താ സംഭവിച്ചത്? എന്താണ് ആലോചിച്ചു? അല്ലാഹു, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം സുഹൃത്തുക്കളെ. മഹാന്മാരുടെ മുൻകാലഘട്ടങ്ങളിലെ ചരിത്രങ്ങളൊക്കെ നോക്കണം. ആലിമ്യങ്ങളെ അവർ ബഹുമാനിച്ചിരുന്നത് ഏത് കോലത്തിലായിരുന്നു? സയ്യിദ് ബിൻ അബീ തൽഹ എന്ന് പറഞ്ഞ ഒരു വലിയ മഹാനായ സഹാബി, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു. ആ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ, ആ സഹാബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഒരു പ്രമുഖരായ അവിടുത്തെ ചക്രവർത്തി ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നപ്പോ ഭയങ്കരമായ ക്യൂ. ഇദ്ദേഹത്തിന്റെ അടുക്കൽ മസല ചോദിക്കാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഹജ്ജിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യമുണ്ട് മസലയിൽ അദ്ദേഹത്തിന്. അപ്പൊ ആ നാട്ടിലെ ചക്രവർത്തി ഇദ്ദേഹത്തെ നേരിൽ ക്യൂ നിൽക്കാതെ നേരെ പോയിട്ട് സയ്യിദ് ബിൻ അബീ തൽഹ അദ്ദേഹത്തിന്റെ അരികിൽ പോയിട്ട് ചോദിക്കാൻ വേണ്ടി പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പോയി ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞു. രാജ്യത്തിന്റെ ഭരണാധികാരിയാ വന്നത്, അതൊന്നും അവിടെ വിഷയമല്ല. മസല പുറകിൽ പോയി ക്യൂ നിന്ന് വന്നു, മസല എല്ലാം ചോദിച്ചു, മനസ്സിലാക്കി, തൃപ്തിയായി പോയി. എന്താ ഏതാ എവിടുന്ന് വന്ന, ഇതൊന്നും അവിടെ ചർച്ചയില്ല. അദ്ദേഹത്തിന്റെ മക്കളെ വിളിച്ചിട്ട് ആ ഭരണാധികാരി പറഞ്ഞു, മക്കളെ നിങ്ങൾ ആലിമീങ്ങളാവണം കേട്ടോ. ഭരണാധികാരി രാജ്യത്തിന്റെ ഹാറൂൺ റഷീദ് ആണെന്ന് തോന്നുന്നു, ഭരണാധികാരിയാണ്. അദ്ദേഹം പറയാണ്, മക്കളെ എന്റെ വാപ്പാടെ ആഗ്രഹമാണ് നിങ്ങൾ ആലിമീങ്ങളാകണം. കാരണം ഞാനൊരു ആലിമിന്റെ വില ഞാൻ ഇന്ന് മനസ്സിലാക്കി. ഞാനൊരു രാജ്യത്തിന്റെ കിരീടാവകാശിയാണ്. എന്റെ മുന്നിൽ ആളുകൾ ക്യൂ നിൽക്കുന്നില്ല. ആയിരക്കണക്കായ ആളുകൾ മസല ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ക്യൂവിലാണ്. ഞാൻ രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ ക്യൂവിൽ നിൽക്കാതെ കയറിപ്പോയപ്പോൾ എന്നെ അദ്ദേഹം ക്യൂവിൽ നിൽക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ ക്യൂവിൽ നിന്ന് അന്തസ്സും അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ഒരു ആലിമിനെ ഞാൻ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്റെ മക്കളെയും ആലിമീങ്ങളാക്കണം. ആ ഇസ്സത്ത്, ആ അഭിമാനമുള്ളവർ അവർ മാത്രമാണ്. അങ്ങനെ ആ പണ്ഡിതന്റെ മക്കളെ ആലിമീങ്ങളാക്കി. എന്തിനാണത്? ഇസ്സത്ത്, അഭിമാനം ആലിമീങ്ങൾക്കാണ്. ആലിമീങ്ങൾ ഒരു ആലിമിന്റെ കീഴിലല്ലേ നമ്മുടെ ജനങ്ങൾ മൊത്തം നിൽക്കുന്നത്? ഒരു ആലിമൻ ഇമാമത്ത് നിൽക്കുമ്പോഴാണ് അതിന്റെ പിന്നിൽ മൊത്തം അണിനിരക്കുന്നത്. പരിശുദ്ധമായ മക്കയിൽ 40 ലക്ഷത്തോളം പേര് മഅ്മൂമായി ഒരു ഇമാമിന്റെ പിന്നിലാണ് നിൽക്കുന്നത്. ഒരൊറ്റ ഇമാമിനെയാണ് ലോകത്തെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നത്. അബു ഹനീഫ ഇമാമിനെ ഹനഫിയാക്കള്, ഇമാമുന ഷാഫിയാക്കള്. ആലോചിച്ച് നോക്കി, നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മളവരെ കണ്ടിട്ടുണ്ടോ? ആ പണ്ഡിതന്മാരെ, മഹത്തുക്കളെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അവർ പറയുന്ന വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആലോചിച്ചു, എത്ര വലിയ ഇസ്സത്താണ് ആലിമീങ്ങൾക്ക്, എത്ര വലിയ മഹത്വമാണ് ആലിമീങ്ങൾക്ക്. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അർഹമു അൽ ഉലമാഉ അർഹമു ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബായിഹിം വ ഉമ്മഹാതിഹിം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ തന്റെ മാതാപിതാക്കളെക്കാൾ ഏറ്റവും കൂടുതൽ കാരുണ്യമുള്ളവർ ഉലമാക്കളാണ്. എന്താണ് എന്ന് മഹാനവറുകളോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്ന അബാന യഹ്ഫളൂനഹും മിൻ നാരി ദുനിയാ. നമ്മുടെ മാതാപിതാക്കൾ ദുനിയാവിന്റെ തീയിൽ നിന്നാണ് രക്ഷപ്പെടുത്തുന്നത്. വഹും യഹ്ഫളൂനഹും മിൻ നാരിൽ ആഖിറ. എന്നാൽ പണ്ഡിതന്മാരോ ആഖിറത്തിന്റെ നരകത്തിന്റെ തീയിൽ നിന്നാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെക്കാൾ ആലിമീങ്ങൾ ഉന്നതരാണ്, ശ്രേഷ്ഠരാണെന്ന് യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഏറ്റവും വലിയ മാതൃക ശരിയല്ലേ?
വാപ്പയുമ്മ എന്താ ദുനിയാവിലെത്തിക്കുന്ന രക്ഷപ്പെടുത്തും. ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു, ഒരു കുട്ടി ഇഴഞ്ഞിഴഞ്ഞായി വിളക്ക് പിടിക്കാൻ പോകുന്നു, പെട്ടെന്ന് ഉമ്മ പോയി എടുത്തു മാറ്റും. മോനെ വിളക്കിലേക്ക് പിടിക്കല്ലേ, കത്തിച്ചാമ്പലാവും. എന്നാൽ നരകത്തിലേക്ക് നാളെ കത്തിച്ചാമ്പലാവാതിരിക്കാൻ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അലിഫ് ലാം മീം ഓതടാ മോനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. പരിശുദ്ധ ഖുർആനിന്റെ ഫാത്തിഹ ഓതി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആഖിറത്തെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നമസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മാതാപിതാക്കളുടെ മഹത്വത്തെ പരിചയപ്പെടുത്തുകയാണ്. പടച്ച റബ്ബേ, ദുനിയാവിൽ ജീവിക്കുന്ന നമുക്ക് ആഖിറത്തിന്റെ ഭയാനതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഉസ്താദുമാര് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ മാതാപിതാക്കളെക്കാൾ ഈ സമുദായത്തിൽ ശ്രേഷ്ഠമായവർ പണ്ഡിതന്മാരാണെന്ന് യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ഉസ്താദന്മാര്, പണ്ഡിതന്മാര്. ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കോളി. ഫളായിലുൽ അമാൽ എന്ന കിതാബ് പരിശോധിച്ചാൽ കാണാം, സദഖകളും സക്കാത്തുകളും കൊടുക്കുന്നുവെങ്കിൽ പണ്ഡിതന്മാർക്ക് നിങ്ങൾ കൊടുക്കണേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാർ അത്രയ്ക്കും പാവപ്പെട്ടവർ, അവർ അതിന്റെ അഹക്കായവരുണ്ട്, അതിനോട് അഹക്കായവരാണ്. ആലിമ്യങ്ങൾ അതിനോട് അഹക്കുള്ളവരാണ്, അവർക്ക് കൊടുക്കണം. ഇബ്നു അബ്ബാസിന്റെ വാക്കാണത്. അതിന് 3-4 ഗുണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്, അതൊന്നും പറയാൻ സമയമില്ല. എത്രയോ സാധുക്കളായവരാണ് നമ്മുടെ പള്ളികളിൽ ജോലി ചെയ്യുന്നവർ, ഖിദ്മത്ത് ചെയ്യുന്നവർ. അവരെ നമ്മൾ പരിഗണിക്കാറില്ല, അവരെ നമ്മൾ ആദരിക്കാറില്ല, ബഹുമാനിക്കാറില്ല. ഉസ്താദ് വരുമ്പോൾ എഴുന്നേറ്റൊക്കെ നിൽക്കും, അങ്ങനെ മാത്രം ആദരിച്ചിട്ട് കാര്യമില്ല. അവരുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കണം, അവരുടെ ഫാമിലിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. ആലിമീങ്ങളായതിന്റെ പേരിലാണ്. അവർക്ക് വേറെ അവിടെ ഇവിടെ ഒന്നും പോയി കൈ നീട്ടാൻ പാടില്ല, അവർ നീട്ടരുത്, അവർ നീട്ടാൻ പാടില്ല. നമ്മൾ രഹസ്യമായിട്ട് അവരുടെ ആ ഇസ്സത്ത് നിലനിർത്തി അവരെ കൊണ്ട് എത്തിച്ചു കൊടുക്കണം. എല്ലാരും മനസ്സിലാക്കണം, എന്റെ വാക്കൊന്നും അല്ല ഇത് കേട്ടോ, ഇതൊക്കെ സ്വഹാബാക്കളുടെ വാക്കാണ്. ഞാൻ ഇനി ഹദീസ് വേണമെങ്കിൽ എത്ര വേണേലും ഞാൻ പറഞ്ഞുതരാം. ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞുതരാം. പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുക്രിച്ച അൽ മുഅദ്ദിനു അത്വലു അനാഖാ. നാളെ മഹ്ശറയിൽ ഏറ്റവും കൂടുതൽ തല ഉയർന്നു നിൽക്കുന്ന ആരുടെയാ? മുക്രിച്ചാന്റെ. മുക്രിച്ചാന്റെ തലയാണ് നാളെ ആഖിറത്ത് ഉയർന്നു നിൽക്കാൻ. അള്ളാഹെ വിളിക്കാൻ, 5 വഖത്ത് വിളിക്കാൻ, ഏറ്റവും കൂടുതൽ പൈസ അദ്ദേഹത്തിനാണ് കൊടുക്കാൻ. പക്ഷെ മുക്രിച്ചായ്ക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളം അല്ലേ? അല്ലെ? പൊതുവെ അല്ല പോലും ആദരിച്ചു മുക്രിച്ചമാരെ. പക്ഷെ നമ്മളോ ആ മുക്രിച്ചല്ലേ? ഖത്തീബ് ഉസ്താദ് 1000 ആണെങ്കിൽ മുക്രിച്ചാക്ക് 250 രൂപ. മുക്രിച്ച കുറവാണ്. അല്ലാഹു പോലും ആദരിച്ചവരെ തല ഉയർന്നു. എന്താണ്? ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് സ്വലാത്തു ഖൈറും മിനൻ നൗം. രാത്രി ഉറക്കുന്ന വിളിച്ചുണർത്താണ് നമ്മളെ. രാത്രി ഉറക്കുന്ന വിളിച്ചുണർത്താണ്. ഖത്തീബ് ഉസ്താദിനെ വിളിച്ചുണർത്താണ്. ഖത്തീബ് ഉസ്താദിനെ മുദരീസ് ഉസ്താദിനെ ഒക്കെ വിളിച്ചുണർത്താണ്. മുക്രിച്ച നേരത്തെ എഴുന്നേക്കുന്നു. സ്വലാത്തു ഖൈറും മിനൻ നൗം. പള്ളിയിൽ പ്രസിഡന്റിനെ വിളിച്ചുണർത്താണ്, സെക്രട്ടറി വിളിച്ചുണർത്താണ്. അലാറാണ് നമ്മുടെ മുക്രിച്ച അലാറം. ശരിയല്ലേ? അലാറാണ്, വിളിച്ചുണർത്താണ്. നമ്മൾ നല്ല ഉറങ്ങുമ്പോൾ അലാറത്തിലൂടെ വിളിച്ചുണർത്താണ്. എന്നിട്ട് ഒന്നും കൂടെ തുടക്കം പറഞ്ഞോലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. തുടക്കത്തിൽ ഒന്ന് വിളിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ, എത്ര പ്രാവശ്യം ദഅവത്തിലേക്ക് വിളിക്കുന്നു, അല്ലാഹുവിലേക്ക് വിളിക്കുന്നു. ആ ഒരു വെള്ളിയുടെ പേരിൽ മുക്രിച്ചാടെ തല ഉയർന്നിക്കും. മാത്രമല്ല, ഖബറിലേക്ക് വെക്കപ്പെടുമ്പോ ചില ആളുകളുടെ ഖബറുകൾ, മയ്യത്തുകൾ
ഖബർ ഞെരുക്കപ്പെടുകയില്ല എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ദഅവത്ത് ചെയ്യുന്ന മുഅദ്ദിന്മാർ അള്ളാഹ്ക്ക് വേണ്ടി അവൻ ഇഖ്ലാസോടുകൂടിയാണ് ബാങ്ക് കൊടുത്തതെങ്കിൽ അവരുടെ മയ്യത്ത് ഖബറിൽ വെച്ചാൽ ആ ഖബർ ഞെരുക്കപ്പെടുകയില്ല എന്ന് കമാ ഖാല റസൂലുള്ളാഹി. ഖബർ ഞെരുക്കൂല, മുക്കറിച്ചമാരുടെ ഖബർ ഞെരുക്കൂല, ഖബർ ഞെരുക്കൂല. എത്ര വലിയ ഭാഗ്യാണത്. അമ്പിയാക്കളുടെ ഖബർ ഞെരുക്കൂല. അതേപോലെ സ്വാലിഹീങ്ങളായ ആരിഫീങ്ങളായ ആലിമീങ്ങളുടെ ഖബർ ഞെരുക്കൂല. ഹാഫിളീങ്ങളുടെ ഖബർ ഞെരുക്കൂല. ഹാഫിളീങ്ങൾ ഖുർആൻ പഠിച്ചവർ എത്ര വലിയ മഹത്താണ്. إذا مات حامل القرآن أوحى الله إلى الأرض ألا تعذبه ألا تأكل جسمه. ഒരു ഹാഫിളായ ഒരു വ്യക്തിയുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ഖബറിനോട് അല്ലാഹു അറിയിച്ചു കൊടുക്കുമത്രേ, ആ കൊണ്ടുവരുന്ന മയ്യത്തിനെ നീ തൊട്ടുപോകരുത് കേട്ടോ. ഹാഫിളാണ്, ഖുർആൻ പഠിച്ച വ്യക്തിയാണ് വരുന്നത്. അവന്റെ മയ്യത്ത് തിന്നരുത് നീ കേട്ടോ. ഉടനെ ഖബർ മറുപടി പറയും അത്രേ, യാ റബ്ബി പടച്ചവനേ, കൈഫ ആകുലു ജിസ്മഹു വ കലാമുക ഫീ ജൗഫിഹി. എങ്ങനെയാണ് റബ്ബേ അവന്റെ ശരീരത്തെ ഞാൻ സ്പർശിക്കുക, എങ്ങനെയാണ് ഞാൻ അവന്റെ ശരീരത്തെ തിന്നുക? നിന്റെ പവിത്രമായ പരിശുദ്ധമായ കലാം അവന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കേ ഞാൻ എങ്ങനെയാണ് അല്ലാ അവനെ ഞാൻ ഭക്ഷിക്കുക പടച്ച റബ്ബേ. ഖുർആൻ പഠിച്ചവന്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാല് ഖബർ ഞെരുക്കൂലെന്നർത്ഥം. അപ്പൊ ആലിമീങ്ങളൊക്കെ മഹത്വം മനസ്സിലാക്കുക. ഹബീബേ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ചെറിയ കാര്യമല്ല. അതുകൊണ്ട് മക്കളെയൊക്കെ ഇൽമു പഠിപ്പിക്കും. ഇപ്പൊ ദർസൊക്കെ തുടങ്ങുന്ന സമയമാണ്, ഇൽമു പഠിപ്പിക്കും. ഇവിടെയും ദർസുണ്ടോ? ഇവിടെയും ദർസുണ്ട്. മക്കളെ വിട്. അതുകൊണ്ട് ഈ പോന്നവനൊക്കെ പിടിച്ച് പള്ളിയിൽ കൊണ്ട് കയറ്റ്, പഠിക്കട്ടെ ഇവനൊക്കെ. ഇല്ലെങ്കിൽ ഇവനൊക്കെ മൊബൈലും വാങ്ങിച്ച് കളിച്ചിട്ട് ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ പാഞ്ഞു അടക്കും. ഒരേ മൊബൈലും കളിച്ചിട്ട് പട്ടുറുമാലും കുട്ടിക്കുറുമ്പനായിട്ട് ഇങ്ങനെ അടക്കും. അതിന്റെ പിന്നാലെ പോവും. കുറച്ച് ഇൽമു പഠിച്ചുകൊണ്ട് ആലിമായി ഇവനൊരു ഹാഫിളായെങ്കിൽ ഉപ്പാക്ക് വേണ്ടി ദുആർക്ക് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്റെ ശൈശവത്തിൽ എന്റെ ബാല്യത്തിൽ എന്നെ സഹായിച്ചതുപോലെ കരുണ കാണിച്ചതുപോലെ അല്ലാഹുവേ എന്റെ ഉപ്പയോടും ഉമ്മയോട് നീ കരുണ ചൊരിയണേ അല്ലാ എന്ന് ദുആ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു മകനെ വളർത്തിയെടുക്കണം. എന്നാലും നമുക്ക് അല്ലാഹയെ ശുക്ർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊക്കെ ആലിമ്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത് കൃത്യമായിട്ട്. കാരണം എന്താ? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവർ ഉലമാക്കളാണ്. നമുക്ക് പിന്നെ നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഭയങ്കര വെപ്രാളാണ്. പക്ഷെ ആലിമല്ലാത്ത സാധാരണക്കാരന് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ വലിയ ഫിക്റില്ല. എത്രയോ പേര് ഞാൻ ട്രെയിൻ യാത്ര ചെയ്യുന്നവനാണ്, മുസ്ലിമീങ്ങളാണ്, ഫോൺ വിളിക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി, ഇൻഷാ അല്ലാഹ്, തബാറകല്ലാഹ്, മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ്, ഇതൊക്കെ പറയാം. പക്ഷെ വഖ്തുകൾ കടന്നു പോകുന്നു, നിസ്കരിക്കാറില്ല. ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, തബാറകല്ലാഹ്, ജസാക്കല്ലാഹ് കാറിലൊട്ടിക്കാനും വണ്ടിയിലൊട്ടിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവന്റെ ഖൽബിന്റെ ഉള്ളിൽ തബാറകല്ലാഹ് ഇല്ല, മാഷാ അല്ലാഹ് ഇല്ല, ലഅനത്തുല്ലാഹ് മാത്രമേ ഉള്ളൂ. പള്ളിയിൽ വണ്ടിയിൽ ട്രെയിനിൽ വരുമ്പോ നിസ്കരിക്കുന്ന കാണാം. വാപ്പാന്റെ കോല അണ്ടർവെയർ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. എയർപോർട്ടിൽ നിന്നൊക്കെ വരുന്നവർ ഇന്ന് എന്റെ കൂട്ടത്തിൽ ട്രെയിൻ ഉണ്ടായിരുന്നു. കാക്കമാര്, നമ്മുടെ ഇച്ചാമാര്, അണ്ടർവെയർ, ബർമൂഡ. വാപ്പാമാര് ബർമൂഡ ഇടാൻ തുടങ്ങിയാല് ഈ കുട്ടികൾ ജട്ടി ഇടുള്ളൂ. ജട്ടി, ചെറിയ സാധനം, സമൂസ അവിടെ കൂട്ടിരിക്കുന്ന സാധനം, അതേ ഇടുള്ളൂ. അതെന്താടാ മോനെ നീ ഇങ്ങനെ നടക്കുന്ന? എന്റെ ഉപ്പ നിക്കർ ഇടുന്നു ഉസ്താദെ, ഞാനപ്പൊ ജട്ടി ഇടുന്നു ഉസ്താദെ. എന്റെ ഉപ്പ ജട്ടി ഇട്ടാല് നീ കോണാൻ കെട്ടിക്കോളി. ചിരിക്കണ്ട മക്കളെ, കാലങ്ങൾ അങ്ങനെയാണ്. നോയിക്കോ, നീ ചിരിച്ചോ. ഇൻഷാ അല്ലാഹ് 2 വർഷത്തിനുള്ളിൽ അബൂബക്കർ പറഞ്ഞത് ശരിയോ തെറ്റോ വെറുതെ പറയല്ലോ. നോയിക്കോ, ചിരിക്കാനൊന്നുമില്ല. ഇപ്പൊ സംഭവം നമ്മള് കഷ്ടപ്പെട്ട് പൈസ കൊടുത്തിട്ട് നല്ല പാന്റ് വാങ്ങിയിട്ട് അത് മൊത്തം കീറിയിട്ടായി പെടുന്നത്. ഓൻ കൊണ്ടോട്ട് കീറും, അവിടെ ഇവിടെ എല്ലാം കീറിയിട്ടിടുക. എന്നാ പിന്നെ നീ കീറിയ തുണി അങ്ങിട്ടാ പോരെ. അതെന്താണ് നീ അങ്ങനെ കീറിയത്? അത് ആട് ജീവിതത്തിൽ നജീവ് കീറിയതായിട്ട്. ഇന്നൊരു സുന്നത്തായ ഒരു ഇബാദത്താണ് കണക്കാക്കാണ് ആട് ജീവിത സിനിമ. ഒരു ചങ്ങാതി എന്നെ അബുദാബി വിളിച്ച ഉസ്താദെ നിങ്ങളൊക്കെ ആട് ജീവിതം കണ്ടാ?
അതെന്താ? അത് ഇവിടുത്തെ എല്ലാ ഉസ്താദന്മാരും ആ തിയേറ്ററിൽ നോക്കിയാൽ ഫുള്ള് ഉസ്താദന്മാരെ ഉള്ളത്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ജുമാ കഴിഞ്ഞിട്ട് പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ജുമാക്ക് വരുന്നവർക്ക് കാണാമല്ലോ. മെമ്പറിൽ വെച്ച് തന്നെ ഞാൻ ഫാത്തിഹ ഓതി തുടങ്ങും, പിന്നെ ആടുജീവിതം തുടങ്ങും, അസറോട് കൂടി തീരും. അപ്പൊ എല്ലാവർക്കും അത് കാണാം. ഒരു ചങ്ങാതി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ആടുജീവിതം കണ്ട് കരഞ്ഞു പോയി ഉസ്താദേ. റമളാൻ കഴിഞ്ഞിട്ട് പെരുന്നാൾ ദിവസത്തിലാ കണ്ടത്. ഞാൻ പറഞ്ഞു ഈ 30 ദിവസം നിന്റെ റമളാൻ സ്വീകരിച്ചോ എന്ന് നിന്റെ കണ്ണിലൂടെ ഒരു ഈറനണിഞ്ഞ് കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വന്നിട്ട് അല്ലാഹ് എന്റെ 30 നോമ്പ് നീ സ്വീകരിച്ചോ പടച്ചവൻ എന്നോർത്ത് നീ കരഞ്ഞിട്ടുണ്ടോ? ആടുജീവിതന്റെ ജീവന്റെ ആടുജീവിതം കണ്ടിട്ട് നീ കരഞ്ഞു. അള്ളാഹെ ഓർത്ത് കരഞ്ഞു. ഇത്കും മിനന്നാർ, അവസാനത്തെ കരഞ്ഞോ? പടച്ചവനെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം, എന്നെ എന്റെ മക്കളെ മാതാപിതാക്കളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം ഓർത്ത് നീ കരഞ്ഞോ? പാതിരാത്രി നീ നമസ്കരിച്ചവനാണ്, സഹറുദ് എന്ന് പറഞ്ഞ തഹജ്ജുദ് നമസ്കരിച്ചവനാണ്. ഇതൊക്കെ നീ സ്വീകരിച്ചോ എന്ന് ഓർത്തിട്ട് കരഞ്ഞോ? സിനിമ കണ്ടിട്ട് കരഞ്ഞു പോലും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്നത്തെ എന്തോ ഒരു സുന്നത്ത് പോലെയാണ് നമ്മളിത് കാണുന്നത്. അതൊരു മുസ്ലിം പടവ ഉസ്താദെ നമ്മൾ കാണുന്നത്. ഉസ്താദന്മാരെയും പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ വാത് പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, നിങ്ങൾ ഇങ്ങോട്ട് നമ്മളെ വാത് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. ഒരാളാണെങ്കിൽ ബിയർ അല്ലേ, ഹലാൽ ബിയർ കല്ലിന്റെ അസുഖം എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ബിയർ അടിച്ചാൽ മതി മാറുമെന്ന്. അല്ലാഹ് നല്ല രസമായി സംഭവം. ബിയർ അടിച്ചാൽ മാറുമെന്ന്. നമ്മളങ്ങനെ ഇശായ്ക്ക് അടിച്ചിട്ട് കിടന്നാൽ മതി. സുബൈ ആവുമ്പോ 3 റക്അത്ത് നിസ്കരിച്ചോളൂ അറിയാതെ. 3 റക്അത്തിൽ അതെന്താ ഉസ്താദ് ഇന്നലെ തന്നെ വ്യത്യാസം? ഇന്നലെ രാത്രി കല്ലിന്റെ ഒരു മരുന്ന് കഴിച്ചതാണ്. സ്റ്റോണ് പോകാൻ ബിയർ അടിച്ച ഒരു പ്രത്യേക രാഗം. അത് ചങ്ങാതി അടുത്ത് പറഞ്ഞാണ് ബിയർ അടിച്ചാൽ മതി എന്ന്, കല്ലിന്റെ അസുഖം മാറാനേ. ആലോചിച്ച് വയ്ക്കാണ്. നമ്മളറിയാതെ അതങ്ങനെ വാങ്ങിച്ച് അടിച്ച എന്തായിരിക്കും രംഗം? പണ്ട് അലി റളിയല്ലാഹു തആല അൻഹു കള്ളെന്ന് അനുഭവിച്ച കാലഘട്ടത്തിൽ മഗ്‌രിബ് വെള്ളം അടിച്ചിട്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ പോയി. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങളും ആരാധിക്കുന്നു, മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങളും ആരാധിക്കുന്നു. മറ്റേ കാട്ടറായി അടിച്ചിട്ട് പോയിട്ട് നിസ്കരിക്കുകയാണ്. അപ്പോഴല്ല ഉടനെ സഹാബാക്കള് പോയിട്ട് നബിയോട് പറഞ്ഞു, നബി എന്ത് കോലായി കേൾക്കുന്നത്? എന്താ പ്രശ്നം? വെള്ളം അടിച്ചിട്ട് ഖുർആൻ ഓതുന്ന പോലും തെറ്റാണ്. മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്നതിനെ നമ്മളും ആരാധിക്കുന്നു എന്ന് പറഞ്ഞു കണ്ടില്ല ഇമാമ് ഇമാമ അടിച്ചത് സാർ എങ്ങനെയുണ്ട്? അപ്പൊ നമ്മളെ ഇങ്ങനൊന്നും കുടിപ്പിക്കാൻ നിൽക്കരുത്. അപ്പോഴാണ് ലാസ്റ്റ് ആയത്ത് ഇറങ്ങിയത്. ഇനി മേലിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ്സലാ വഅൻതും സുഖാറാ, മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിക്കലേക്ക് വരരുതേ. ഒരാൾ മാത്രമേ ഉള്ളൂ. ചേട്ടാ ഇതിൽ പോക്കറ്റിൽ പൈസ ഒന്നും ഇല്ല. പൈസ എല്ലാരും ഇട്ട് കൊടുക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇടുക മൊത്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3 സ്വലാത്തുൽ സല്ലല്ലാഹു അലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടു തരുമാറാകട്ടെ. ആരുടെ ചോദിക്കുന്നു? കമ്മിറ്റി പ്രസിഡന്റ് ആരാ? ചെയർമാൻ റിയാസ് ബാലിയ. കാലിക്കട്ട് നിങ്ങൾ വന്നോ? നിങ്ങള് നമ്മുടെ ലത്തീഫില്ലേ? ജമാഅത്തിന്റെ ഉറൂസിലൊന്നുമില്ല. ഉണ്ടായിരുന്നു, ഇന്ന് വന്നില്ല. ഇന്ന് ദുബായിക്ക് പോയ ലേട്ടാവും. എല്ലാരും പൈസ കൃത്യസമയത്ത് നിർത്തണം. കൂടുതൽ പ്രസംഗിച്ചിട്ടൊന്നും വലിയ ഫായിദൊന്നുമില്ല. പ്രസംഗം ആയത്തല്ലേ ശരിയല്ലേ?
അതല്ലേ അതന്നെ. അള്ളാഹു ബർക്കത്തിന്. നാളെ മറ്റന്നാളൊക്കെ പ്രസംഗമൊക്കെ ഉള്ളതാണ്. നേരത്തെ തുടങ്ങി നേരത്തെ നിർത്തണം, അതാണ് ഏറ്റവും വലിയ ഹൈർ. കൂടുതൽ ആ 12 മണി വരെ ഇങ്ങനെ പ്രസംഗിച്ചിരുന്നു സുബൈ നിസ്കരിക്കാതെ പോയിരുന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കുറെ പ്രസംഗം തന്നെ, ഫായിദയില്ല. എല്ലാരും ചന്തയിൽ നല്ല ഉഷാറായിട്ട് ആളുകളുണ്ട്, ആഹത്തായിട്ട്. വാത് കേൾക്കാനൊന്നും ആളുകൾക്ക് വലിയ താല്പര്യം കുറവാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ ഇൽമു പഠിപ്പിക്കും, ഖുർആൻ പഠിപ്പിക്കും. ഇപ്പൊ ദർസൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ നാട്ടിൽ ദർസുണ്ട്, മണ്ണൻകുഴിയിലത്തെ ഉസ്താദ് മുബാറക് ഉസ്താദ്, അവിടെയും ദർസുണ്ട്. പിന്നെ അവിടെ പരിസരങ്ങളിലൊക്കെ ദർസുണ്ട്. നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കും, ആലിമീങ്ങളാണ്. അതുകൊണ്ട് വാപ്പാക്ക് ഖിദ്മത്ത് ചെയ്യും, ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യും. വാപ്പാക്ക് മയ്യത്ത് സ്കരിപ്പിക്കാനുണ്ടാവും, ആ ഉമ്മാക്ക് മയ്യത്ത് സ്കരിപ്പിക്കാനുണ്ടാവും. ഉമ്മയും ഉപ്പയും സുഖമില്ലാതെ കിടന്നാൽ അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയും. അതിനൊക്കെ ഒരു ഭാഗ്യം അത് കിട്ടും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കണം, ആഖിറത്തിന്റെ പൂക്കളാക്കി നമ്മൾ മാറ്റിയെടുക്കണം. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് എല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ നിയത്ത് ചെയ്യൂലേ? മക്കളെയൊക്കെ പഠിപ്പിച്ച് ആലിമ്യങ്ങളാക്കി ദുആരൊക്കെ. എല്ലാരും ഇപ്പൊ പഠിപ്പിക്കാൻ ലണ്ടനിലും അമേരിക്കയിലും മക്കളെ വിടുന്നുണ്ട്. മൊത്തം അവിടെ പോയിട്ട് മാതാമയുടെ കൂടെ നടന്ന് ആരറിയാൻ? അവിടെ പോയിട്ടില്ലേ ലണ്ടനിലും അമേരിക്കയിലൊക്കെ മക്കളെ പഠിപ്പിക്കാൻ പറ്റ ആരറിയാൻ? ഏത് കോലത്തിലാണ് നടക്കാന്നുള്ളത് വല്ല അറിയാൻ പറ്റുമോ? ഒന്നും അറിയാൻ പറ്റില്ല. ഉപ്പാക്കും അറിയില്ല, ഉമ്മാക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് ഗുണത്തിന് വേണ്ടി, ദുനിയാവിലും ആഖിറത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പഠിപ്പിക്കും. അതിലൂടെയാണ് നമുക്ക് ഖൈർ കിട്ടുക. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും, സഹോദരി സഹോദരങ്ങൾ അടക്കമുള്ളവർ, ആലിമ്യങ്ങൾ, ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, ഉറൂസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട മഹത്തുക്കൾ, മഹാന്മാർ, സഹോദരങ്ങൾ, ജമാഅത്തിലെ ഭാരവാഹികൾ, ഖാദിമികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പരിസരത്ത് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മുഴുവൻ പേർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه أجمعين صلاة وسلاما دائمين متلازمين بدوام ملك الله. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم إنا نسألك العفو والعافية والمعافاة الدائمة يا رب العالمين. اللهم عافنا في أبداننا، اللهم عافنا في أبصارنا، اللهم عافنا في أسماعنا. لا إله إلا أنت يا ذا الجلال والإكرام. അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലാക്കണേ അല്ലാഹ്. ഒരുപാട് തെറ്റ് ചെയ്ത കരങ്ങളാണ് റബ്ബേ. ഈ കരങ്ങളുടെ തെറ്റുകൾ നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. ഞങ്ങളുടെ കൽബുകൾ ഹറാമുകൾ ചിന്തിച്ചിട്ടുണ്ട് റബ്ബേ, അത് നീ മായിച്ചു കളയണേ പടച്ചവനെ. നിന്റെ നൂറ് കൊണ്ടും ഇൽമു കൊണ്ടും ഹിക്മത്ത് കൊണ്ടും നിറയ്ക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഈ മജ്‌ലിസിൽ ഇത്രയും സമയം പടച്ചവനെ നിന്റെ ഖുർആനും ഹദീസും കേൾക്കാൻ ആഗ്രഹത്തോടെ ആവേശത്തോടെ ഇരുന്ന സഹോദരി സഹോദരന്മാർ, ഞങ്ങളെല്ലാവർക്കും, ഈ ജമാഅത്തിൽപ്പെട്ടവർക്ക്, അല്ലാഹുവേ ഇതിന്റെ ഖാദിമീങ്ങൾ അടക്കമുള്ളവർക്ക് ഇതിന് ബദലായി നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. നരകത്തിന്റെ മേൽ ഞങ്ങളെ നീ ഹറാമാക്കണേ അല്ലാഹ്. നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മരണപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഈ മഖാമിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നവർ, അല്ലാഹുവേ പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഇവിടെ അടക്കം ചെയ്യപ്പെട്ട മഹാനവറുകളുടെ ഖബർ സന്തോഷം കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ്. ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ മജ്‌ലിസിലും ഞങ്ങൾക്കും ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹുവേ. അല്ലാഹ്, ഈ നാട്ടിൽ ഒരുപാട് സാലിഹീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നവരാണ് അല്ലാഹുവേ. ഹറാമിനെ സൂക്ഷിച്ചവരാണ്, ശുബ്ഹത്തിനെ സൂക്ഷിച്ചവരാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും സൂക്ഷിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. അന്ന് സൂക്ഷിച്ച മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ് പടച്ച റബ്ബേ. അതിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മക്കളിൽ നീ ഖൈർ ചെയ്യണേ അല്ലാഹ്, ഖൈർ ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി നൽകണേ അല്ലാഹ്. പരീക്ഷയിൽ അവർക്ക് ഉന്നത വിജയം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, പ്രവാസികളായ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ
അല്ലാ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ പടച്ചവനെ. അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്ക് പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. കാമിലായ വാഫിറായ ശിഫാ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ, ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന വീട്ടുകാര്, ആ കുടുംബക്കാര്, അതിനുവേണ്ടി പാചകം ചെയ്തവർക്ക് നീ ഖൈർ ബർക്കത്തുകൾ ചൊരിയണേ അല്ലാ. അവിടെ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ സന്തോഷിപ്പിക്കണേ അല്ലാ. ഉമ്മാന്റെ ഖബറിനെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, മജ്‌ലിസിലിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ടവരുടെ ഖബറിനെ നീ പ്രകാശം കൊണ്ട് നിറയ്ക്കണേ അല്ലാ. ആ ഖബറിനെ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ. പടച്ചവനെ, ഇത്രയും സമയം ക്ഷമിച്ചിരുന്ന് സഹിച്ചിരുന്നവർ, വളരെ വിദൂരങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഒഴുകിയെത്തിയവര് അല്ലാ, നാളെ അർശിന്റെ തണല് നൽകി ആദരിക്കണേ അല്ലാ. അർശിന്റെ തണല് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഉസ്താദുമാരെ, മുദർരിസന്മാരെ, ആലിമീങ്ങള്, ഉലമാക്കള്, ഉമറാക്കള്, ജമാഅത്തിലെ ഭാരവാഹികള്, കമ്മിറ്റി ഭാരവാഹികള്, ഉറൂസിലെ ഭാരവാഹികള്, അല്ലാഹുവേ, വാളണ്ടിയേഴ്സ്, ആണും പെണ്ണുങ്ങളും അടക്കമുള്ള ചെറുപ്പക്കാരടക്കമുള്ളവർക്ക് അല്ലാ അർഹമായ കൂലി നീ കൊടുക്കണേ പടച്ചവനെ. അർഹമായ പ്രതിഫലം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണേ പടച്ചവനെ. അല്ലാ, ഇവിടെ പ്രഭാഷണത്തിൽ വരുന്ന ഉസ്താദന്മാർക്ക് ആഫിയത്ത്, ആരോഗ്യം നൽകണേ അല്ലാ. നല്ലത് പറയുവാനും പറഞ്ഞത് കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഫലസ്തീന്റെ മക്കളെ സഹായിക്കണേ അല്ലാ. അനുഗ്രഹിക്കണേ അല്ലാ. ആ നാടിനെ നീ കൈവിടല്ലേ പടച്ചവനെ. ആ മണ്ണിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കാനുള്ള ഭാഗ്യം എന്താ പടച്ചവനെ. ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന സഹോദരങ്ങളെ കബൂലാക്കണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ നിലയിൽ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം സദഖകൾ നൽകിയോ പടച്ചവനെ, ഇന്നത്തെ ഈ മജ്‌ലിസിലേക്ക് സദഖ നൽകിയോ, ഈ സ്ഥാപനത്തിന് വേണ്ടി സദഖ ചെയ്തുവോ, ഈ പരിപാടിക്ക് വേണ്ടി സദഖകൾ നൽകിയോ, അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുത്ത് കബൂലാക്കണേ അല്ലാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.